ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. സമാരാധ്യരായ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും വിനീത പ്രണാമങ്ങൾ. തത്വസമീക്ഷാ സത്രത്തിൻ്റെ ഈ വേദിയിൽ ഭാഗവത കുതൂകികളായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമങ്ങൾ. ഈ തത്വസമീക്ഷാ സത്രത്തിൻ്റെ വേദി മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഗൗരവമായ ഭാഗവത പഠനത്തിനും ഗൗരവമായ മനനത്തിനുമൊക്കെ വേദിയൊരുക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ജ്ഞാനകുതുകികളായ സജ്ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു വേദിയാക്കി സംപൂജ്യ സ്വാമിജിയുടെ നേതൃത്വത്തിൽ മാറ്റിത്തീർത്തിരിക്കുന്നത് നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പഠന സാധ്യതയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ തത്വസമീക്ഷാ സത്രത്തിൻ്റെ വേദി ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിക്കുന്ന സാമ്പ്രദായിക ചിന്തകൾക്കും പുതിയ അർത്ഥതലങ്ങളിലേക്ക് ശ്രീമദ് ഭാഗവതത്തെ ആചാര്യന്മാർ ഒരു സൂത്രമാക്കിയാണ് പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഭഗവാനിലേക്ക് നയിക്കുന്ന കൃഷ്ണ സൂത്രമാണ്. സൂത്രമായതുകൊണ്ട് തന്നെ അതിന് വിശ്വതോമുഖത്വമുണ്ട്. സൂത്രത്തിന്റെ ലക്ഷണം ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് സാരവത് വിശ്വതോമുഖം എന്നർത്ഥത്തിലാണ്. അതിന് പല സാധ്യതകളിൽ വ്യാഖ്യാനിക്കുന്നതിനുള്ള അവസരങ്ങൾ ഋഷി തന്നെ ഇട്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭക്തിയാ യുക്തിയാ വിഭക്തിയാച്ച ജ്ഞേയം ഭാഗവതം സ്മൃതം എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഭക്തനും ഏറെ കുലങ്കഷമായി യുക്തിപൂർവം ചിന്തിക്കുന്ന പഠിതാവിനും അതിൻ്റെ ശാസ്ത്രയുക്തികളെ മനനം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരാൾക്കും ഒക്കെ ശ്രീമദ് ഭാഗവതം നിരവധി അർത്ഥസാധ്യതകളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരേ സമയം പല വഴികൾ, ശാസ്ത്രത്തിന്റെ വഴിയാണെങ്കിൽ അങ്ങനെ, വിചാരത്തിന്റെയും മനനത്തിന്റെയും വഴിയാണെങ്കിൽ അങ്ങനെ, കർമ്മത്തിന്റെ വഴിയാണെങ്കിൽ അങ്ങനെ, നിസ്വാർത്ഥ സേവനത്തിന്റെ വഴിയാണെങ്കിൽ അങ്ങനെ, ഭക്തിയുടെ ഹൃദയാഹ്ലാദകാരിയായ വഴിയാണെങ്കിൽ അങ്ങനെ, ഏതു മാർഗവും ഭഗവാൻ എന്ന ഏകമായ സത്യത്തിലേക്ക് നയിക്കുന്ന, ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വിശ്വതോമുഖത്വം എന്ന ആശയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഭഗവാൻ എന്ന കേന്ദ്രബിന്ദുവിലേക്ക് ജീവിതത്തിന്റെ നാനാതുറകളിൽ നിൽക്കുന്ന ഭക്തസമൂഹത്തെ, ജിജ്ഞാസുക്കളുടെ സമൂഹത്തെ എത്തിക്കുക എന്ന സവിശേഷമായ സമ്പ്രദായമാണ് ഇതിഹാസ പുരാണങ്ങളിലൂടെ ഋഷി സാധ്യമാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ 1.25 മണിക്കൂർ കൊണ്ട് മനനം ചെയ്യുന്നത്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ സമ്പ്രദായ രീതിയിൽ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. കൂടുതലും അക്കാദമികമായ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടി വരാറുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതത്തിലെ ഏത് ഭാഗമെടുത്താലും അത്
ഭാഗവത ഹൃദയത്തിലേക്ക് വെളിച്ചം വീശുന്ന ആശയങ്ങൾ തന്നെയാണ്. ഏത് ശ്ലോകമെടുത്താലും അതിനെ ഭാഗവത ഹൃദയത്തിലേക്ക് യോജിപ്പിക്കുന്ന, ഭഗവാൻ എന്ന കേന്ദ്രപുരുഷനിലേക്ക് യോജിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു തന്തു അതിലുണ്ടായിരിക്കും. ഈ രസച്ചരടിനെ കണ്ടുപിടിക്കുകയാണ് രസോവൈസ എന്ന വേദമന്ത്രത്തെ, ഉപനിഷത് മന്ത്രത്തെ ഓർത്തുകൊണ്ട് ഭഗവാൻ എന്ന ഏക പുരുഷനിലേക്ക് നമ്മെ അന്വയിപ്പിക്കുക, അനുനയിപ്പിക്കുക എന്നത് ഭാഗവതത്തിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ വിവിധ അവതാര കഥകളിലൂടെ, ഭക്തചരിതങ്ങളിലൂടെ, ഭഗവാന്റെ അതിമനോഹരങ്ങളായ ലീലാവർണ്ണനകളിലൂടെ ഒക്കെ ഈ രസസൂത്രം മുറിയാതെ ഭഗവാനിലേക്ക് കൃത്യമായി കോർത്തിണക്കിക്കൊണ്ടു പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമെടുത്ത് മനനം ചെയ്താൽ പോലും, യാദൃച്ഛികമായി കിട്ടുന്ന ഒരു ശ്ലോകമെടുത്ത് മനനം ചെയ്താൽ പോലും ഈ ഒരു സമന്വയത്തിന്റെ രീതിശാസ്ത്രം, ഭഗവാനിലേക്ക് സമന്വയിപ്പിക്കുക എന്ന അനുപമമായ രചനാതന്ത്രത്തിന്റെ രീതിശാസ്ത്രം ശ്രീമദ് ഭാഗവതം ഒരു പഠിതാവിന്റെ മുന്നിൽ തുറന്നു വെച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രയുക്തിയുടെ ഗൗരവത്തോടെ ഭാഗവതത്തെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം, ഭക്തന്റെ മനസ്സിന്റെ തീവ്രതയോടെ, ആകുലതയോടെ ഭാഗവതത്തെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം, ഇങ്ങനെ സർവതലസ്പർശിയായ പല തലങ്ങളിൽ നിൽക്കുന്നവരെ സ്പർശിക്കുന്ന തരത്തിലുള്ള ആനന്ദാനുഭവമാണ് ശ്രീമദ് ഭാഗവതം പ്രദാനം ചെയ്യുന്നത്. മായയെന്നും, മായ മനുഷ്യനെ മോഹിപ്പിക്കുന്നതാണ്. അവ്യക്തനാംനി പരമേശ ശക്തി, ഈ അവ്യക്തനാമാവായ പരമേശന്റെ ശക്തിയാണ് മനുഷ്യനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മായയുടെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളെ കുറിച്ച്, അത് സത്വരജത്തമോ ഗുണാത്മികയാണ് എന്ന് കേട്ടിട്ടുണ്ട്, ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അഘടിത ഘടനാ പട്ടീയസി മായ എന്നൊക്കെ, യാ വിദ്യത്തെ സാ മായ, അവള് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതും എന്നാൽ ഏത് സമയത്തും അനുഭവത്തിൽ വരുന്നതുമൊക്കെയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രസിദ്ധമായ നാരദന്റെ കഥയിലൂടെ എന്താ ഭഗവാനെ മായ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ ഉത്തരം പറയാതെ നാരദ എനിക്ക് ദാഹിക്കണു എന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ നാരദൻ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ അവിടെ ഇരുത്തിയിട്ട് വെള്ളമെടുക്കാൻ പോയിട്ട് പിന്നെ അതൊരു പോക്കായിരുന്നു. പിന്നെ ആ വഴിക്ക് നാരദൻ ഒരു പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടിയുടെ പിന്നാലെ പോവുകയും കുടുംബം ആരംഭിക്കുകയും കുടുംബത്തിന്റെ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുകയും ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ, വെള്ളപ്പൊക്കത്തിൽ കുടുംബത്തോടൊപ്പം പെട്ടുപോവുകയും കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തെ ചേർത്ത് നിർത്താനായി ആഗ്രഹിക്കുകയും, അങ്ങനെ മലവെള്ളപ്പാച്ചിലിൽ പെട്ട് ഉഴന്ന് തന്റെ മക്കളെയും ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടിരുന്ന് ചുറ്റുപാടും വെള്ളമാണല്ലോ ഭഗവാനെ, ചുറ്റും വെള്ളമാണല്ലോ എന്ന് കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച വെള്ളം എവിടെ നാരദാ? ഞാനൊരു ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാണ് നിന്നെ വിട്ടത്. പക്ഷേ ആ ഒരു നിമിഷം കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ നീ പോയി വന്നിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഒരു നിമിഷത്തിന്റെ അല്പനേരത്തെ ഈ പ്രപഞ്ചദർശനം മുഴുവനും, ലോകജീവിതം മുഴുവൻ കാട്ടിക്കൊടുക്കുന്ന തരത്തിൽ ഭ്രമിപ്പിക്കുന്ന എന്തോ ഒന്നാണ് മായ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ശങ്കരനെ പോലും ഭഗവാനെ പോലും മോഹിപ്പിച്ച മായയുടെ കഥയാണ്, മായാരൂപത്തിൽ ഭഗവാൻ മോഹിപ്പിച്ച കഥയാണ്. തന്റെ തന്നെ സ്വരൂപമായ അദ്വൈത തത്വത്തെ താൻ സ്വയം കാണിച്ചു കൊടുക്കുന്ന കഥയാണ് ശങ്കരമോഹനം എന്ന ഭാഗത്തിലൂടെ അനുസന്ധാനം ചെയ്യുന്നത്. ഏതു നിമിഷവും പെട്ടുപോയേക്കാവുന്ന മായ, ഏതു നിമിഷവും അകപ്പെട്ടു പോയേക്കാവുന്ന മായ, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും എന്ന്
ഋഷിപ്രജ്ഞയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും ലളിതമായി പറഞ്ഞു തന്നപ്പോ, നീ മായയാണ്, നീ മായാവിയാണ്, ഈ മായയൊക്കെ കാണിച്ച് ഞങ്ങളെ ഇതിലൊക്കെ പെടുത്തി, ഞങ്ങളെ ഈ ബഹളങ്ങളിലും ഈ സന്തോഷങ്ങളിലും ഈ സങ്കടങ്ങളിലും ഈ ആകുലതകളിലും ഒക്കെ പെടുത്തി ഈ മായാജീവിതത്തിനുള്ളിൽ ഓരോ മനുഷ്യരെയും ഇതാണ് സത്യം, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സത്യമെന്ന് ഈ ലോകത്തിന്റെ മായ കാഴ്ചകളിൽ പെടുത്തി, അത്ഭുത കാഴ്ചകളിൽ പെടുത്തി നമ്മെ മായാവിനോദനായി നോക്കി നിൽക്കുന്നതും നീ തന്നെയാണ്. അവസാനം ഈ കാഴ്ചകളിൽ മുഴുവനും അലഞ്ഞ് ബുദ്ധിമുട്ടി ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വിവശനായി വരുമ്പോൾ ആ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും, നിനക്ക് തോന്നിയതൊക്കെ ഒരു ഭ്രമം മാത്രമായിരുന്നല്ലോ, സ്വപ്നം കാണുന്നത് പോലെ. ഇന്നലെ രാത്രി സുഖമായി ഒരു രസമുള്ള ഇഷ്ടമുള്ള സ്വപ്നം കണ്ട് രാവിലെ ഉണർന്നപ്പോൾ ആ സ്വപ്നത്തിൽ നിന്നും പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം, പ്രബോധ സമയത്ത് ഇതൊക്കെ സ്വപ്നമായിരുന്നു എന്ന് വളരെ ലാഘവത്തോടുകൂടി തിരിച്ചറിയുന്ന നമ്മുടെ ദൈനംദിന അനുഭവം പോലെയാണ്. ഒരു എക്സ്പാൻഡഡ് സ്വപ്നമാണ്. സ്വപ്നം കുറച്ച് നീട്ടിക്കൊണ്ടുപോയാൽ, ഇത്തിരി അങ്ങോട്ട് വികസിപ്പിച്ചാൽ അത്രയേ ഉള്ളൂ ഈ ജീവിതം എന്ന്, ജീവിതത്തിന്റെ സാധ്യതയും എന്നാൽ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞു തരുന്ന നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നപ്പോൾ, വാസ്തവത്തിൽ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, മായാപാശം കൊണ്ട് ഓരോ ദിവസവും മുറുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ഓരോ ദിവസവും കെട്ട് ഓരോന്നായി മുറുകിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനുള്ളിലാണ് ജീവിക്കുന്നത് എന്ന് അറിയാത്ത ഒരു തലം, ആരും മോഹിച്ചു പോകാവുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഒരവസ്ഥയെയാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ മുന്നിൽ ഋഷിമാർ അവതരിപ്പിച്ചു കാണിച്ചത്. കഥ വളരെ പ്രസിദ്ധമായ കഥയാണ്. കഥാംശത്തിലേക്ക് നമ്മൾ കടക്കുന്നേയില്ല. ഭഗവാന്റെ മോഹിനി രൂപമെടുക്കാനിടയായ സാഹചര്യമാണ് ഇതിനു മുന്നേയുള്ള അമൃതമഥന കഥയുടെ ഭാഗമായി പറയുന്നത്. ലോകത്തിലെപ്പോഴും ദേവാസുര ശക്തികൾ എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നന്മയുടെയും സത്യത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായ ദേവസങ്കല്പത്തെയും അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള ആസുരികതയുടെ പ്രതീകമായി നമ്മളൊക്കെ ഒരു സംസ്കാരബോധത്തിന്റെ ഭാഗമായി പലപ്പോഴും പുറത്ത് പ്രകടിപ്പിക്കാതെ സംസ്കാരം കൊണ്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആസുരിക ശക്തികൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇവ തമ്മിലുള്ള നിരന്തരമായ സംഘട്ടനങ്ങളിലൂടെയാണ് ഏതൊരു വ്യക്തിയും അവന്റെ സത്യത്തിലേക്കുള്ള യാത്രയിൽ ഏതൊരു വ്യക്തിയും മുന്നോട്ട് പോകുന്നത്. ഈ നിരന്തരമായ ഈ സംഘട്ടനങ്ങൾക്കിടയിലൂടെയാണ്. ഈ സംഘട്ടനത്തിനൊടുവിൽ ഏതെങ്കിലും ഒരാൾ ജയിക്കും. മനുഷ്യ മനസ്സിൽ അത് വേണോ ഇത് വേണോ എന്നുള്ള തീരുമാനത്തിനൊടുവിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത് പോലെ ദൈവികമായ ചിന്തയും ആസുരികമായ ചിന്തയും ഒരാളുടെ ഉള്ളിൽ തന്നെ നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും തിട്ടപ്പെടുത്തലുകൾക്കൊടുവിൽ നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മുടെ മൂല്യബോധം കൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ ദൈവിക ചിന്തയെ വിജയിപ്പിക്കുകയും ഒരാസുരിക ചിന്തയെ കുഴിച്ചു മൂടാൻ സാധിച്ച നിർവൃതിയിൽ നമ്മളൊക്കെ സമാധാനിക്കുകയും ചെയ്യും. അപൂർവമായിട്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും, എന്റെ ഉള്ളിൽ നിന്നാണല്ലോ ശ്രീരാമകൃഷ്ണദേവൻ തന്റെ സമാധി സമയത്ത്, തന്റെ സാധനാ കാലത്തൊക്കെ വചനാമൃതത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, തന്റെ ഉള്ളിൽ നിന്നും ക്രൂരജീവികളൊക്കെ പുറത്തു ചാടുന്നു, ഭയങ്കര ഭീകര പേടിപ്പിക്കുന്ന ജീവികളൊക്കെ തന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്നു എന്ന് ഭാവതലത്തിൽ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ക്രൂരജീവികളൊക്കെ, മനുഷ്യനെ ഓരോ ദിവസവും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരജീവികളൊക്കെ തന്റെ ഉള്ളിൽ തന്നെയായിരുന്നു പാർത്തിരുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അതിനെ സാധനയാക്കുന്നത്.
അത് തിരിച്ചറിയാതെ മായയുടെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കാൻ വളരെ സുഖമാണ്. അജ്ഞതയിൽ ജീവിക്കുക വളരെ വളരെ രസകരമായ വസ്തുതയാണ്, വളരെ സുഖകരമായ വസ്തുതയാണ്. അവന് ജ്ഞാനത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് അറിവില്ല, അവന്റെ ഉള്ളിൽ സംഘട്ടനങ്ങളില്ല, അവന്റെ ഉള്ളിൽ ദേവാസുര യുദ്ധങ്ങളില്ല, അവന്റെ ഉള്ളിൽ ധർമാധർമ്മ സന്ദേഹങ്ങളില്ല. പക്ഷേ എപ്പോ ഒരാൾ സാധനയുടെ മാർഗത്തിലേക്ക് പുറപ്പെടുന്നു, എപ്പോ ഒരാൾ തന്നെ സ്വയം പൂർണ്ണതയിലേക്ക് വേണ്ടി തന്നെ സ്വയം പരിപാകപ്പെടുത്തുന്നതിന് ശ്രമം ആരംഭിക്കുന്നുവോ, അപ്പോ ഈ ക്രൂരമൃഗങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു ചാടുന്ന കാഴ്ച, ഈ കാമവും ക്രോധവും ഒക്കെ പല പല രൂപത്തിൽ പുറത്തേക്ക് ചാടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്റെ ഉള്ളിൽ നിന്നും കുറെ ക്രൂരജീവികളൊക്കെ പുറത്തേക്ക് ചാടി ഓടുന്നല്ലോ എന്ന് വളരെ ഭാവനാധന്യതയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്തായാലും അവനവന്റെ ഉള്ളിൽ തന്നെ ഈ വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ദേവാസുരന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നിടത്ത് സാധനയിൽ നാം മുന്നോട്ട് പോകുന്നു. അത്തരത്തിലൊരു മോഹിപ്പിക്കലിന്റെ കഥയാണ് മോഹിനി എന്ന മായാസ്വരൂപിണിയുടെ കഥയിലൂടെ. നോക്കൂ, ഭഗവാന്റെ തന്നെ അംശമാണ് മായ, ഭഗവാന്റെ തന്നെ ഭാഗമാണ് മായ. അതുകൊണ്ട് തന്നെ ഭഗവാൻ മായാവിനോദനാണ്. മായയും ഭഗവാനാണ്, മായ കാട്ടുന്നവനും ഭഗവാനാണ്, മായയിൽ ആനന്ദിക്കുന്നവനും ഭഗവാനാണ്, മായയെ നീക്കുന്നവനും ഭഗവാനാണ്. എന്നതുകൊണ്ട് ഇവിടെ ഭഗവാൻ കാട്ടിയ അതിമനോഹരമായ ഒരു മായ, ആ മായാരൂപത്തെ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ മുന്നിൽ ഭഗവാൻ കാട്ടിക്കൊടുത്ത രസകരമായ ഒരു അനുഭവത്തിലൂടെ ഭക്തന്റെ ഉള്ളിൽ ഋഷി ഒരു ജ്ഞാനബീജം നിക്ഷേപിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലൊക്കെയുള്ള നാം മനനത്തിലൂടെയും ശ്രവണത്തിലൂടെയും സത്സംഗങ്ങളിലൂടെയും സാധനകളിലൂടെയും ഒക്കെ ഒതുക്കി വച്ചിരിക്കുന്ന മായാശക്തിയെ ജാഗ്രതയോടെ ഇരിക്കുക. ഓരോ സമയത്തും ജാഗ്രതയോടെ കരുതലോടെ ഇരുന്നില്ലെങ്കിൽ ഏതു നിമിഷവും അവനവന്റെ ഉള്ളിലെ ഈ മായയാൽ ആക്രമിക്കപ്പെടാം, ഈ മായയാൽ വശംവദയാക്കപ്പെടാം എന്ന ഒരു മോഹിപ്പിക്കുന്ന മോഹിനി സ്വരൂപത്തിന്റെ അതിമനോഹരമായ ദൃഷ്ടാന്തമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാരണം ഈ തത്വത്തിലേക്ക് നമ്മെ ഉപനയിക്കുന്ന കഥാഭാഗങ്ങളാണ് അതിനു മുന്നേയുള്ള ഘട്ടങ്ങളിലൂടെ മുഴുവനും കടന്നു വന്നിട്ടുള്ളത്. മോഹിനി സ്വരൂപത്തിന് മുന്നേ ഭഗവാനെ കാണാൻ വരുന്ന ശ്രീപരമേശ്വരനും പാർവതീദേവിയും ഭഗവാനോടുള്ള സംഭാഷണത്തിൽ, സാക്ഷാൽ മഹാവിഷ്ണുവിനോടുള്ള ഭഗവാനോടുള്ള സംഭാഷണത്തിൽ കൃത്യമായി ആരാണ് ഭഗവാൻ, ഭഗവത് സ്വരൂപം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകസൃഷ്ടിയെല്ലാം നടത്തിക്കൊണ്ട് ത്വം ബ്രഹ്മ പൂർണ്ണമൃതം വിഗുണം എന്ന് തുടങ്ങുന്ന ഭാഗത്ത് ഈ ലോകസൃഷ്ടിയൊക്കെ നടത്തിക്കൊണ്ട് അതിലൊക്കെ ഒരേ സമയം ഇടപെടുകയും എന്നാൽ ഉദാസീനവദാസീനം എന്ന പോലെ വളരെ നിർമ്മമനായി ഈ ലോകലീലയ്ക്കൊക്കെ കാരണമിട്ടുകൊടുത്തിട്ട് താൻ ഇതിന്റെ ഒന്നും കർത്താവല്ലാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന പരമാത്മതത്വത്തെ ഒരേ സമയം ഈ പ്രപഞ്ചമായി, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളായി മാറുകയും എന്നാൽ അതിൽ നിന്നൊക്കെ അകന്നിരിക്കുകയും ചെയ്യുന്ന പരബ്രഹ്മ തത്വത്തെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ശങ്കരമോഹനത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്നത്. വാസ്തവത്തിൽ ഈ വാതിലിലൂടെ ഭഗവത് സ്വരൂപം എന്താണ് എന്ന് ശ്രീപരമേശ്വരനിൽ നിന്നും നാം കേട്ട ഈ ദ്വാരത്തിലൂടെ മോഹിനി രൂപം കാണുന്ന ഒരു ഭാഗവത പഠിതാവിന്റെ കണ്ണുകൾക്ക് അയാളുടെ കണ്ണിനെ ഭ്രമിപ്പിച്ച മോഹിനി രൂപത്തിന്റെ തത്വം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
എനിക്ക് തോന്നുന്നു ഭാഗവതം പഠിക്കുന്ന ഓരോ പഠിതാവിനും ഈ ഭാഗവതം തുറന്നു തരുന്ന ചില വാതായനങ്ങളുണ്ട്. ഇവിടെ ശങ്കരമോഹനത്തിലേക്ക് തുറക്കുന്ന വാതായനമാണ്. അർജുനന് കൊടുത്തു നേരത്തെ ആ കണ്ണ് അദ്ദേഹം. ഭഗവത്ഗീതയ്ക്ക് മുൻപ് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അതിനു മുമ്പൊക്കെ സഖേതി മത്വ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വരം. അർജുന, നീ ഇങ്ങനെ സാധാരണ കണ്ണിൽ കൂടി നോക്കിയാൽ, നിന്റെ മാംസചക്ഷുസ്സുകളിലൂടെ നോക്കിയാൽ നീ എന്റെ ഈ ദേവകീനന്ദനായ, നിന്റെ സ്യാലനായ ഭഗവാൻ കൃഷ്ണനായ എന്റെ രൂപം കണ്ടുകൊണ്ടിരിക്കും. എന്റെ ഭഗവത്വത്തെ അറിയുവാൻ, എന്റെ ഭഗവത് സ്വരൂപത്തെ അറിയുവാൻ, എന്റെ ഈ കല്യാണ ഗുണങ്ങളിലൊക്കെ നീ ഇതുപോലെ ഭ്രമിച്ചുകൊണ്ടിരിക്കും. എന്റെ ഈ സൗന്ദര്യാതിശയങ്ങളിലൊക്കെ നീ ഭ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഗീതാകാരനായ കൃഷ്ണനെ അറിയുവാൻ, ഭഗവത്ഗീത ദർശനത്തിന്റെ പ്രയോക്താവായ കൃഷ്ണനെ അറിയുവാൻ, അങ്ങ് വേദങ്ങളിൽ നിന്നും ഋഷി കൊണ്ടുവന്ന മധുവിദ്യയുടെ ഉപജ്ഞാതാവായ കൃഷ്ണനെ അറിയുവാൻ, ജ്ഞാനിയായ കൃഷ്ണനെ അറിയുവാൻ ദിവ്യം ദദാമി തേ ചക്ഷു, ഞാൻ നിനക്ക് ഒരു ജ്ഞാനചക്ഷുസ്സു തരാം. ശ്രീമദ് ഭാഗവതം അതിൻ്റെ ഓരോ കഥകളിലേക്കും നമുക്ക് ഭൗതിക ദൃഷ്ടിയിൽ വളരെ അത്ഭുതമെന്ന് തോന്നിക്കുന്ന, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിക്കുന്ന, പലപ്പോഴും യുക്തിയോടെ മാത്രം അന്വേഷിച്ചാൽ ഉത്തരം കിട്ടുന്ന പല കഥകളിലേക്കും ശ്രീമദ് ഭാഗവതം തുറക്കുന്ന ഒരു വാതായനമുണ്ട്. ശങ്കരമോഹനത്തിലേക്ക് ഞാൻ കഥയുടെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നേയില്ല. ഭഗവാൻ മോഹിനി രൂപത്തിൽ ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിച്ച, അനുപമമായ സൗന്ദര്യം കാട്ടി ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിച്ച ഈ വേഷപ്പകർച്ചയ്ക്കു പിന്നിൽ വാസ്തവത്തിൽ നമ്മുടെ ഭാരതീയമായ അഭിനയ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ സാധ്യത ഒരു പകർനാട്ടത്തിന്റെ സാധ്യതയാണ്. നടൻ ഒരേ സമയം യാതൊരു തരത്തിലുള്ള നിർമ്മമനായി വേദിയിൽ നിലകൊള്ളുകയും ഈ നടനിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ഈ നടനിൽ വന്നു പോവുകയും ചെയ്യുക എന്ന പകർനാട്ടത്തിന്റെ സാധ്യത ഭാരതീയ ദൃശ്യവേദി, ഭാരതീയ രംഗവേദി, ലോക നാടകവേദിക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയാണ്. ഇവിടെ മോഹിനി രൂപം പകർന്നാടിയപ്പോൾ, മോഹിനി രൂപത്തിൽ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന രീതിയിൽ നല്ലൊരു നടൻ, ഏറ്റവും നല്ലൊരു നടൻ വാസ്തവത്തിൽ പകർനാട്ടം നടത്തുമ്പോൾ ആ കഥാപാത്രമായി താനിവിടെ നിലനിൽക്കുകയും എന്നാൽ പൂർണ്ണമായും മറ്റൊരു കഥാപാത്രമായി അദ്ദേഹം രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നത് പോലെ മോഹിനി രൂപത്തിലേക്ക് ഭഗവാൻ നടത്തിയ അതിമനോഹരമായ ഈ പകർനാട്ടം എങ്ങനെ ഭഗവാനെ പോലും ശ്രീപരമേശ്വരനെ പോലും മോഹിപ്പിച്ചു എന്നറിയണമെങ്കിൽ ഈ പകർന്നാടിയ ആളാരാണ് എന്നറിയണം. പകർന്നാടിയ ആളും ഈ ആട്ടം കണ്ടയാളും ആരാണ് എന്നറിയുമ്പോഴാണ് വാസ്തവത്തിൽ ഈ കഥ കേവലം ഒരു വേഷപ്പകർച്ചയുടെ കഥയല്ലെന്നും ഇത് ബ്രഹ്മത്തിന്റെ ഈ സൃഷ്ടിക്ക് വേണ്ടി സ്വയം താൻ സ്വീകരിച്ചിട്ടുള്ള തൻ്റെ തന്നെ സ്വരൂപമായ മായാശക്തിയെ എങ്ങനെ എടുത്തുപയോഗിക്കുന്നു എന്നതിന് ഋഷി വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണെന്ന് നമുക്ക് മനസ്സിലാവുക. ആ ആൾ ആരാണ് എന്ന് ഈ കഥയ്ക്ക് മുന്നോടിയായി ശ്രീപരമേശ്വരൻ ഭഗവാൻ ശ്രീഹരിയുടെ രൂപത്തെ വർണ്ണിക്കുന്നതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. അവ്യയനായ, അദ്വയനായ, പ്രപഞ്ചകാരണമായ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സംഹരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ മൂലകാരണമായ ഏകവസ്തുവാണ് അവിടുന്ന് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നാനാമനുഷ്യർ നാനാഭാവങ്ങളിൽ നാനാരൂപങ്ങളിൽ കേചിത് ത്വാം ബ്രഹ്മ ഇതി ആവയന്തി, ചിലർ അങ്ങയെ ബ്രഹ്മമെന്ന് വിളിക്കുന്നുണ്ട്. വേദാന്തികൾ സർവപ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമെന്ന് അങ്ങയെ വിളിക്കുന്നുണ്ട്.
സാഖ്യന്മാർ പ്രകൃതി പുരുഷ സങ്കല്പത്തിൽ അങ്ങയെ മനസ്സിലാക്കുന്നുണ്ട്. ബ്രഹ്മാദി പലതരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടരുന്നവർ അവരുടെയൊക്കെ ആരാധനാ സമ്പ്രദായങ്ങളിൽ അങ്ങയുടെ സ്വരൂപത്തെ അവരവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ മായയിൽ മോഹിപ്പിക്കപ്പെട്ടവരാണ് യന്മായയാ മുഷിത ചേതസാ. ഈ മായയിൽ പലരും മോഹിക്കപ്പെട്ടിട്ടുമുണ്ട്. ആ മായയിൽ ഞാനും മോഹിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ലല്ലോ എന്ന മുൻധാരണയോട് കൂടിയിട്ടാണ് വാസ്തവത്തിൽ ഈ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദ്വാരത്തിലൂടെ ആരാണ് ഭഗവാൻ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ പ്രവേശന കവാടത്തിലൂടെ ഈ മോഹിനി രൂപത്തെ ദർശിച്ചാൽ, വാസ്തവത്തിൽ ഈ കേരളത്തിൽ പ്രചരിക്കുന്ന വളരെ പ്രസിദ്ധമായ ചോറ്റാനിക്കര അമ്മയുടെ ഒരു കഥയുണ്ട്. എന്നെ തൊട്ടുകൊണ്ട് നോക്കൂ, ഈ യക്ഷി പിടിച്ച ഒരു കഥയുണ്ട്. അതിൽ ഈ വിവശനായി വന്ന ഈ ഭംഗിയുള്ള യക്ഷിയുടെ രൂപം കണ്ട്, പ്രസിദ്ധമായ കഥയാണ്. യക്ഷിയുടെ രൂപം കണ്ടിട്ട് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി വിവശനായി തീർന്ന ഈ ബ്രാഹ്മണ യുവാവിനോട് ഗുരു പറയുന്നത്, അദ്ദേഹം ഓടിച്ചെല്ലുന്നത് ഗുരുവിന്റെ ഗൃഹത്തിലേക്കാണ്. ഗുരുവിന്റെ വീട്ടിൽ പോയിട്ട്, ദാ ഇവൾ എന്നെ പിന്തുടരുന്നു, ഇവൾ എന്നെ പിടിച്ച് ഭക്ഷിക്കാൻ വരുന്നു. അത്രയും നേരം അദ്ദേഹത്തിന്റെ കയ്യിൽ ഗ്രന്ഥക്കെട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ദേവീ മാഹാത്മ്യം ഉണ്ടായിരുന്നു. കഥയായിരിക്കാം അത്, പക്ഷെ ദേവീ മാഹാത്മ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യക്ഷി പിടിച്ചില്ല. പക്ഷെ എപ്പോ യക്ഷി പിടിച്ചു? ദേവീ മാഹാത്മ്യം ഗുരുവിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോ യക്ഷി തന്റെ യഥാർത്ഥ സ്വരൂപം കാണിക്കാൻ തുടങ്ങി. അപ്പൊ അത്രയും നേരം ദേവീ മാഹാത്മ്യം ഉണ്ടായിരുന്നു. നമുക്ക് വേറൊരു രീതിയിൽ ആലോചിച്ചു നോക്കാം. അത്രയും സമയം അദ്ദേഹത്തിന് ശാസ്ത്രബോധമുണ്ടായിരുന്നു, ശാസ്ത്രം നൽകുന്ന സത്യാസത്യ വിവേചന ബുദ്ധി ഉണ്ടായിരുന്നു. അത് മായയുടെ പിടിയിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു. നോക്കൂ, മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നറിയുന്ന, സത്യദർശന സ്വരൂപം എന്താണ് എന്നറിയുന്ന, ദൃഗ്ദൃശ്യങ്ങളെ വേർതിരിക്കാൻ അറിയുന്ന വിവേകബുദ്ധിയുള്ള ഒരാളെ ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു കഥാകൽപ്പന മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദേവീ മഹാത്മ്യം തലയിൽ വെച്ചുറങ്ങിയാൽ, തലയ്ക്ക് വെച്ചുറങ്ങിയാൽ ഭീതി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് അതൊരു കഥാസന്ദർഭത്തിന്റെ ഭാഗം മാത്രമാണ്. ഗ്രന്ഥം കയ്യിലുണ്ടാവുക എന്നാൽ ഗ്രന്ഥം ജീവിതത്തിന്റെ ഭാഗമാവുക, തത്വം ജീവിതത്തിന്റെ ഭാഗമാവുക, ഭാഗവതം ജീവിതത്തിന്റെ ഭാഗമാവുക എന്നതാണ് അർത്ഥത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ ദേവീ മഹാത്മ്യം കയ്യിലുണ്ടായിരുന്നപ്പോ അയാൾക്ക് ശാസ്ത്രബോധമുണ്ടായിരുന്നു. ഈ ശാസ്ത്രബോധം ഉറച്ച ആൾക്കും മായ പിടികൂടാം. അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധം ഉറച്ച ഗുരു പറഞ്ഞു, തന്നെ തൊട്ടുകൊണ്ട് നോക്കൂ. ഗുരുവിനെ തൊട്ടുകൊണ്ട് നോക്കുക എന്നാൽ ഗുരു പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അവളെ നോക്കൂ, അവളുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാകും. നോക്കൂ, ഇവിടെയും അതുതന്നെയാണ്. ശ്രീഹരി എന്താണ് എന്ന്, ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയസംഹിത എന്താണ് എന്ന്, പ്രപഞ്ച കാരണമായ സത്യത്തിന്റെ രൂപം ഭാവങ്ങളാണ് ഈ വ്യത്യസ്ത നാമരൂപങ്ങളിൽ എന്ന് അറിഞ്ഞുകൊണ്ട് മോഹിനി രൂപത്തെ നോക്കിയാൽ അത് ഭഗവാന്റെ മായയാണെന്ന് മനസ്സിലാവും. ഗുരുവിനെ തൊട്ടോണ്ട് നോക്കിയപ്പോ അവന് മനസ്സിലായി അത് മായയാണെന്ന്. താൻ കാണുന്ന ഈ മായ കാഴ്ച അവന് മനസ്സിലായതുപോലെ ശാസ്ത്രം നൽകുന്ന ദിശാബോധത്തോടുകൂടി ലോകജീവിതത്തെ സമീപിച്ചാൽ, മോഹിനി കഥയിൽ നിന്നും ഒരു പഠിതാവ് പഠിച്ചെടുക്കേണ്ടത്, ഭഗവാൻ ശിവൻ പോലും മോഹിനിയിൽ മോഹിതനായി. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഉറപ്പായിട്ടും മോഹിതനായി പോവും. അതുകൊണ്ട് അതൊരു തെറ്റല്ല എന്നല്ല നാം പഠിച്ചെടുക്കേണ്ടത്. മറിച്ച് ഏവരെയും എപ്പോഴും ബാധിക്കാവുന്ന ലോകത്തിന്റെ കെട്ട്, ലോകജീവിതത്തിലേക്കും സംസാരത്തിലേക്കും വലിച്ചുകൊണ്ടുപോകുന്ന കെട്ട്, അതില്ലാതാവണമെങ്കിൽ ബുദ്ധി കൃത്യമായി ലക്ഷ്യത്തിലേക്ക് മാത്രം ഈ ട്യൂൺ ചെയ്യുമ്പോ പലപ്പോഴും പല പ്രക്ഷേപണങ്ങളും കയറി വരാനിടയുണ്ട്. പക്ഷേ
കൃത്യമായ ഒരു ട്യൂണിങ് ജീവിതത്തോട് ഉണ്ടായാൽ, അതും ശാസ്ത്രബുദ്ധിയോടെ ഉണ്ടായാൽ, ശാസ്ത്രം നൽകുന്ന കൃത്യതാബോധത്തോടെ ഉണ്ടായാൽ, അത് ഈ ലോകത്തിന്റെ മോഹിനി രൂപങ്ങൾക്ക് മുന്നിൽ ഒരാൾക്ക് അഭിമാനപൂർവം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതിന്റെ സൂചനയാണ്. ശാസ്ത്രജിജ്ഞാസുവായ ഒരു പഠിതാവിന്റെ ബുദ്ധി എത്രമാത്രം കൃത്യതയോടെ ശാസ്ത്രദൃഷ്ടിയോടെ അയാൾ ഒരുക്കി വയ്ക്കണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്നാണ് ഭഗവാന്റെ ഈ മോഹിനി കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഉപയോഗിക്കുന്ന ഗൃഹസ്ഥഭക്തന്മാരോട് പറയുന്ന പ്രസിദ്ധമായ ഉദാഹരണം, ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ചക്ക വെട്ടുന്ന സമയത്ത് അമ്മ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചക്കപ്പശ കയ്യിൽ പറ്റാതിരിക്കാനായി അതെടുക്കുന്നത് പോലെ ഈശ്വരപ്രേമമാകുന്ന വെളിച്ചെണ്ണ, ശാസ്ത്രബോധം നൽകുന്ന ആത്മവിശ്വാസം, ലോകജീവിതത്തിന്റെ സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആത്മവിശ്വാസം. അമ്മ സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവി അമ്മ ഭക്തന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രസിദ്ധമായ ഉദാഹരണമുണ്ട്. വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ നമുക്കറിയാം ഇപ്പൊ ഒരു വെടിപൊട്ടും. ഇപ്പോ പ്രസിദ്ധമായ വെടിക്കെട്ട് സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ വളരെ കരുതലോടെ അവിടെ പോയി നിൽക്കുള്ളൂ. ദാ ഇപ്പൊ കൂട്ട പൊട്ടാറായി, ഇപ്പോ അടുത്ത ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്നത് പൊട്ടാറായി എന്നൊക്കെ നമ്മൾ ആസ്വദിക്കും. അത് നന്നായി നീന്തലറിയാവുന്ന ഒരാൾക്ക് സമുദ്രത്തിലെ തിരകളെയും സമുദ്രത്തിലെ എല്ലാ തരത്തിലുള്ള സമുദ്രത്തിലെ ബഹളങ്ങളെയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നീന്താൻ സാധിക്കും. ജീവിതത്തിൽ യാദൃച്ഛികമായത് ഒന്നില്ലെന്നും ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ടെന്നുമുള്ള അറിവിന്റെ ആവരണത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക്, ശാസ്ത്രം നൽകുന്ന നിയതമായ ബുദ്ധിയുടെ ധീരതയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക്, അയാളെ ലോകജീവിതത്തിൽ മോഹിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും, മായ കൊണ്ട് മോഹിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും അയാളുടെ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ, അതിനെ കൃത്യമായ യുക്തിബോധത്തോടുകൂടി താരതമ്യം ചെയ്ത് തനിക്കു വേണ്ടതിനെ തിരഞ്ഞെടുക്കാനുള്ള ബോധ്യങ്ങളാണ്, തിട്ടങ്ങളാണ് വാസ്തവത്തിലെ ശാസ്ത്രബുദ്ധി ഒരാൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതാദി ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഈ ബുദ്ധിയുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട്, സ്ഥൈര്യത്തിനു വേണ്ടിയിട്ട്, ധീരതയ്ക്ക് വേണ്ടി കൂടിയാകുന്നു. സ്വാമിജിയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന ചെറുപ്പക്കാരിലേക്ക് ഈ ആശയങ്ങൾ പകരുക എന്ന വലിയ ദൗത്യം, ജീവിതത്തിന്റെ സാധ്യതകളിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞിന്റെ മുന്നിൽ മോഹിനി രൂപത്തിൽ ഭ്രമിപ്പിക്കുന്ന പലതരത്തിലുള്ള ലോകക്കാഴ്ചകളും ഉണ്ടാവും. അത് പണമാകാം, പദവിയാകാം, അധികാരമാകാം, സ്വത്താകാം, സൗന്ദര്യമാകാം, സമ്പത്താകാം, പലതരത്തിലുള്ള പ്രലോഭനങ്ങളാകാം, പലതരത്തിലുള്ള മായക്കാഴ്ചകൾ കാട്ടി ഞങ്ങളുടേത് മാത്രമാണ് എന്ന പ്രലോഭനങ്ങളാവാം ഈ കുട്ടിയെ മോഹിപ്പിക്കുന്ന മോഹിനിമാർ. യുവത്വത്തിന്റെ എല്ലാ സാധ്യതകളിലും ജീവിക്കുന്ന ഒരു തലമുറയുടെ മനസ്സിലേക്ക് പലപ്പോഴും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം പ്രലോഭനങ്ങളുടെ മോഹിനിമാരെ, മായക്കാഴ്ചകളെ ശാസ്ത്രം നൽകുന്ന വിവേകബുദ്ധിയോടുകൂടി, സ്ഥിരബുദ്ധിയോടുകൂടി, ധൈര്യത്തോടുകൂടി സത്യത്തെയും തെറ്റിനെയും തിരിച്ചറിയുവാനുള്ള വിവേകമുണ്ടാക്കുകയാണ് ഭഗവത്ഗീതയും ഭാഗവതവും പോലുള്ള നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് അവന്റെ ഭാഷയിൽ, അവന്റെ സംസ്കാരത്തിൽ, അവന്റെ സാധ്യതകളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ സാധ്യത. ശങ്കരമോഹനം കഥയെ ഈ രീതിയിൽ ലോകത്തിന്റെ വിവിധ മോഹസാധ്യതകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ശാസ്ത്രപഥത്തിലൂടെ, പഥദർശിയായ ശാസ്ത്രമാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മായക്കാഴ്ചകളിൽ തിരിച്ചറിയുക എന്ന സാധ്യതയോടുകൂടെ പഠിക്കുമ്പോൾ ഈ ഒരു അർത്ഥ വിപുലീകരണ സാധ്യതയാണ് ശങ്കരമോഹനം എന്ന അത്യന്തം വേദാന്ത തത്വപ്രതിപാദകമായ, വേദാന്തത്തിലെ അനാദിയായ മായാസങ്കല്പത്തെ
കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുള്ള ഈ കഥയിലൂടെ ഒരു പഠിതാവിന് മുന്നിൽ തുറന്നു വരുന്ന ഭാഗവത, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിശ്വതോമുഖത്വം എന്ന് പറയില്ലേ, ഈ ഭാഗവത ഹൃദയത്തിലേക്കുള്ള ഒരു തരത്തിലുള്ള പ്രവേശം. അവിടെ നിന്നും നാം മത്സ്യാവതാര എന്ന അടുത്ത ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തെ കൗതുകങ്ങളിൽ നമ്മളൊക്കെ ഏറ്റവും ആസ്വദിച്ച ഒരു കഥയായിരുന്നു ഭഗവാന്റെ അവതാര കഥകൾ. അതിൽ കുട്ടിയുടെ കൗതുകത്തോടു കൂടിയിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുട്ടിയുടെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഈ രാജാവ് പിടിച്ചുകൊണ്ടുവന്നിട്ട, അദ്ദേഹം കുളിക്കാൻ പോയപ്പോ കയ്യിൽ കിട്ടിയ ഒരു മത്സ്യം, രാജാവ് അതിനെ ഒരു കൊച്ചു പാത്രത്തിലാക്കി വെച്ചു. കുട്ടികൾക്കൊക്കെ എപ്പോഴും കൗതുകമുള്ളതാണ്. വീട്ടിൽ അക്വേറിയം വേണമെന്ന് വാശി പിടിക്കാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് വലിയ കൗതുകമുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ വർണ്ണ ചിറകുകളോട് കൂടിയിട്ട് ഭംഗിയായി ഓടിക്കളിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും കൗതുകമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ കൗതുകങ്ങളിൽ മത്സ്യാവതാര കഥയെ കണ്ടിരുന്നത് ദാ ഇതുപോലെ ഒരു രാജാവ് ഒരു ദിവസം കുളിക്കാൻ പോയി. നോക്കൂ, വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതം ഒരു ഭക്തനെ കൊണ്ടുപോകുന്ന രീതി അതാണ്. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കൗതുക ചിത്രങ്ങൾ ഇട്ടുകൊടുക്കുന്നു, ഭഗവാന്റെ കളികൾ ഇട്ടുകൊടുക്കുന്നു, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഇട്ടുകൊടുക്കുന്നു. പക്ഷേ ആ കുട്ടിയിൽ നിന്നും നാം പതുക്കെ 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 ഉയരുമ്പോൾ ഈ മത്സ്യമായി തൻ്റെ മുന്നിൽ വന്ന് ചെറുതിൽ നിന്നും വിപുലീകൃതമായി തീർന്ന മഹാരൂപവും, അതിന് തൊട്ടു മുന്നുള്ള അധ്യായങ്ങളിൽ പറയുന്നു, ഈ വാമനരൂപത്തിൽ നിന്നും മഹത്തായി തീർന്ന, വലുതായി തീർന്ന വാമനാവതാരം ആദ്യം ചെറുതിൽ നിന്നും വിപുലീകൃതമായ രൂപത്തിലേക്ക് വളർന്ന വാമനാവതാരം, വിശ്വരൂപനായ വാമനാവതാരത്തിന്റെ കഥയും, ഈ സൂക്ഷ്മതത്വത്തിൽ നിന്നും വിശാലമായ വിപുലീകൃത രൂപത്തിലേക്ക് വന്ന മത്സ്യാവതാര കഥയും, അണുവിലും മഹത്തിലുമുള്ള ആത്മതത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം കഥയുടെ രൂപത്തിൽ രാജാവ് കൊണ്ടുവന്നിട്ട മത്സ്യം ആദ്യം വലുതായി, രാജാവ് ഇത്രയും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പൊ മത്സ്യം ഇത്രയും കൂടെ വലുതായി, രാജാവ് അതിനെ ഒരു കിണറ്റിലേക്ക് മാറ്റി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കിണറ്റിലും വലുതായി മത്സ്യം. രാജാവ് അതിനെ ഒരു കുളത്തിലേക്ക് മാറ്റി. പിറ്റേ ദിവസം അതിലും വലുതായി. അങ്ങനെ 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 മത്സ്യം വലുതായി വലുതായി പ്രപഞ്ചത്തെ ആകമാനം ഗ്രസിക്കുന്ന ഒരു വിശ്വ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മഹത്വത്തിലേക്ക് വളർന്നു വലുതായ മത്സ്യാവതാരവും, 3 അടി മണ്ണ് ചോദിച്ചു വന്ന ഒരു ചെറിയ ബ്രാഹ്മണ ബാലനിൽ നിന്നും വലുതായി വിപുലീകൃതമായി വിശ്വരൂപനായി വളർന്നു വന്ന വാമനാവതാരവും, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന വേദാന്ത പ്രതിപാദ്യമായ തത്വത്തിന്റെ കൃത്യമായ വ്യാഖ്യാനമാണ്. ഇതൊരു കുട്ടിയുടെ ഭാവനാ സാധ്യതകളിൽ നിന്നും ശ്രീമദ് ഭാഗവതം വികസിപ്പിച്ചെടുത്ത അർത്ഥ വികസന സാധ്യതയ്ക്കുദാഹരണമാണ്. ഭാഗവതം പഠിക്കാൻ വരുന്ന ഒരു പഠിതാവിനെ ശ്രീമദ് ഭാഗവതം ആദ്യം കെട്ടിയിടുന്നത് ഈ കുട്ടിയുടെ കൗതുകത്തെ ജ്വലിപ്പിച്ചുകൊണ്ടായിരിക്കും. സപ്താഹവേദികളിൽ നാം ആദ്യം വരുന്നത് കഥ കേൾക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരിക്കും. കഥ കേട്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രവക്താക്കൾ പറയുന്ന അതിൻ്റെ മനോഹരമായ വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോൾ കഥ കേൾക്കുന്ന കൗതുകത്തോടു കൂടിയിട്ട് അതിനൊപ്പം പാട്ടിനൊപ്പം തലയാട്ടിക്കൊണ്ട്, ഈ ഗാനങ്ങൾക്കൊപ്പം തലയാട്ടിക്കൊണ്ട് നമ്മളും ഏതോ വൃന്ദാവനത്തിലോ നമ്മളും ഏതോ ഭഗവാന്റെ ബാലലീലകൾക്കൊപ്പമോ ഏതൊക്കെയോ അമ്പാടിയിലെ ഗ്രാമങ്ങളിലോ അമ്പാടിയിലെ തെരുവീഥികളിലോ ഗോപികമാരുടെ മനസ്സിലേക്കോ സുദാമാവിന്റെ മനസ്സിലേക്കോ ഒക്കെ ഒരു കേൾവിക്കാരന്റെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ടാവാം. പക്ഷേ അവതാര സ്വരൂപം എന്താണ് എന്ന് പറഞ്ഞു തരുമ്പോൾ, മത്സ്യം തൊട്ട് മീൻ തൊട്ട് കൂട്ടൂ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. മത്സ്യം തൊട്ടാരംഭിക്കുന്നു അണോരണീയാൻ മഹതോ മഹീയാൻ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറുതിലും ഏറ്റവും വലുതിലും
അനസ്യൂതമായി കോർക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ്, ഒരു സങ്കല്പത്തെക്കുറിച്ചാണ്, ഒരു തത്വത്തെക്കുറിച്ചാണ് നമുക്ക് മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത്. വാമന കഥയെയും മത്സ്യാവതാര കഥയെയും ഈ അധ്യായത്തിന്റെ അടുത്തടുത്ത ഭാഗങ്ങളിൽ വന്ന ഈ 2 കഥകളെയും ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാവും, വേദാന്ത പ്രതിപാദ്യമായ ഏതൊരാശയവും ഏതൊരു തത്വസംഹിതയും വാസ്തവത്തിൽ ആരംഭിക്കുന്നത് ഒരു ചെറിയ ചിന്തയുടെ ബീജങ്ങളിൽ നിന്നാണ്. ലോകത്തെ കൊടിയ പാതകങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള എല്ലാ മഹാവിപത്തുക്കളും വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ബീജാവാപം ചെയ്ത തിന്മയുടെ ഒരു കൊച്ചു ബീജത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആശയസംഹിതകളെല്ലാം ഈ ചെറുതിൽ നിന്നാണ് പലപ്പോഴും രൂപപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള വലിയ പല കണ്ടുപിടുത്തങ്ങളും, ലോക ചരിത്രത്തെ മാറ്റിമറിച്ചിട്ടുള്ള അപൂർവങ്ങളായ കണ്ടുപിടുത്തങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ചിന്തയുടെ ഒരൊറ്റ ബീജത്തിൽ നിന്നാണ്. നോക്കൂ, മത്സ്യമായി ഏറ്റവും ചെറുതായി ചിന്തയുടെ ഏറ്റവും സൂക്ഷ്മമായ ദിശയിൽ നിന്ന് ആരംഭിച്ച ആശയസംഹിത പ്രപഞ്ചത്തെ മുഴുവനും വികസിപ്പിക്കുന്ന തരത്തിൽ പ്രപഞ്ചാകാരേണ വ്യാപിച്ച ഒരാശയ സംഹിത. വേദാന്തം എന്നത് അണുവിനെ പോലെ ചുരുക്കാനും അണുവിനെ പോലെ ചുരുങ്ങിയതും മഹത്തിനെ പോലെ വ്യാപിച്ചതുമാണ് എന്ന 2 അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമുള്ള ഒരു ദൃഷ്ടാന്തം. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഗഹനമായ ഒരു തത്വത്തിന്റെ സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന ആശയ സംഹിത വിപുലമായ ആശയ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ സാമാന്യ മനുഷ്യന് മനസ്സിലാകാവുന്ന രീതിയിൽ കുട്ടിയുടെ കൗതുകത്തെ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോ മത്സ്യം കുറച്ചും കൂടി വലുതായി, പിറ്റേ ദിവസമായപ്പോ പാത്രത്തിൽ കൊള്ളാണ്ടായി, പിറ്റേ ദിവസമായപ്പോ അത് കിണറ്റിലും കൊള്ളാണ്ടായി, 5-ാമത്തെ ദിവസമായപ്പോ അത് കുളത്തിലും കൊള്ളാണ്ടായി എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയ സംഹിതകൾ അത് നന്മയുടേതായാലും അത് തിന്മയുടേതായാലും ധ്യായതോ വിഷയാൻ പുംസാ എന്ന മനുഷ്യ മനസ്സിനെ കൃത്യമായി അപഗ്രഥിച്ചു പഠിച്ച ഋഷി പറഞ്ഞു തന്ന കൃത്യമായ മനുഷ്യ മനഃശാസ്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആശയങ്ങൾ ആദ്യമായി ഒരു കൊച്ചു ബീജരൂപത്തിൽ അതെനിക്ക് വേണമായിരുന്നു, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരാശയം രൂപപ്പെട്ടു മനസ്സിൽ. അങ്ങനെ ആ രാജ്യം അത്ര ഭംഗിയായി ലോകത്തിന്റെ മുമ്പിൽ നന്നായി പോകണ്ട, അതുകൊണ്ട് അവനെ ഏതെങ്കിലും രീതിയിൽ തകർക്കണം, ഒരാശയം രൂപപ്പെട്ടു മനസ്സിൽ. പാണ്ഡവരുടെ അത്യുത്കർഷം കണ്ടിട്ട്, പാണ്ഡവരുടെ എല്ലാ തരത്തിലുള്ള ഉത്കർഷവും കണ്ടിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു ചെറിയ ആശയം ബീജമായി രൂപപ്പെട്ടു മനസ്സിൽ. സംഘസ്തേഷു ഉപജായതേ, ആ ആശയം ആ കുഞ്ഞായി ആ കുഞ്ഞു പാത്രത്തിൽ കിടന്ന മത്സ്യം ആ ആശയത്തിന് ഇത്രയും കൂടെ വിപുലീകൃതമായ രൂപം വന്നു. അതിനോട് പതുക്കെ സംഘമുണ്ടായി. എന്തു ചെയ്തു? ആശയം മനസ്സിൽ മാത്രം ഉൾക്കൊണ്ടതായില്ല, അത് നമ്മൾ കുറച്ചു പേരിലേക്ക് കൂടി പകർന്നു. അത് നന്മയുടേതായിക്കോട്ടെ തിന്മയുടേതായിക്കോട്ടെ, കൊച്ചു ചെറുതായി രൂപപ്പെട്ട ആശയം 3-4 പേരിലേക്ക് കൂടി പകർന്നു. സംഘാത് സംജായതേ കാമ, സംഘത്തിൽ നിന്നും കാമമുണ്ടാകുന്നു. ആശയം കുറച്ചുകൂടി വലുതായി, പാത്രത്തിൽ കൊണ്ടില്ല, കുളത്തിൽ കൊണ്ടിടേണ്ടി വന്നു ആശയത്തെ. അങ്ങനെ 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 മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ട ഈ ചെറിയ ആശയ സംഹിത അവനെ വിശ്വത്തോളം വികസിപ്പിച്ച നന്മയായും തിന്മയായും രൂപപ്പെടുത്തുന്നു എന്നതിൻ്റെ ഋഷികൽപ്പനയാണ് വാസ്തവത്തിൽ മത്സ്യാവതാരം എന്ന അവതാര കഥയിലൂടെ അതിനുള്ളിൽ ഋഷി ഒളിപ്പിച്ചു വച്ച ഒട്ടും സ്വാദില്ലാത്ത ഗുളിക. കഴിച്ചത്, മത്സ്യകഥയിലൂടെ കേട്ടത്, കുട്ടിയുടെ കൗതുകത്തിൽ കണ്ടതൊക്കെ മധുരമുള്ള ഗുളികകളായിരുന്നു, കഴിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ഒളിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ച അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന തത്വമായിരുന്നു. അതൊട്ടും രസിക്കുന്നതല്ല, അത് രസമായി പറയാവുന്നതുമല്ല. അതുകൊണ്ടാണ് ആദ്യം കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുത്തപ്പോ കുട്ടി തലയിട്ട് ചിരിച്ച് ആദ്യം വളരെ രസത്തോടെ കേട്ടു. പക്ഷേ
രസകരമല്ലാത്ത അംശങ്ങളിലേക്ക് കടന്നപ്പോൾ അത് ഗൗരവമായ അംശത്തെ സ്വീകരിച്ചു. ഇങ്ങനൊരു പഠന പദ്ധതിയിലൂടെ, ഇങ്ങനെ ഒരു മെത്തഡോളജിയിലൂടെ ആശയത്തിന്റെ ചെറിയ ബീജമായി മനുഷ്യ മനസ്സിൽ ആവിഷ്കരിക്കപ്പെടുന്ന ആശയ സംഹിതകൾ, അത് വലിയ വലിയ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ, ലോകത്തിന് പ്രയോജനകരമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ച ആശയ സംഹിതകൾ മുതൽ ലോകത്തെ വലിയ യുദ്ധത്തിലേക്ക് നയിച്ച, യുദ്ധം രൂപപ്പെടുന്നത് മനുഷ്യ മനസ്സുകളിലാണ്, സംഘർഷങ്ങൾ രൂപപ്പെടുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. ലോകത്തെ വലിയ കൊടും പാതകങ്ങളിലേക്ക് നയിച്ച വലിയ യുദ്ധങ്ങൾ വരെ രൂപപ്പെട്ടത് ഈ ചെറിയ ആശയ സംഹിതയായിട്ടായിരുന്നു. മത്സ്യം, കൊച്ചു മത്സ്യം, മഹാരാജാവിന്റെ കയ്യിൽ കിട്ടിയ കൊച്ചു മത്സ്യം പോലെ ചെറിയ ആശയ സംഹിതയായിട്ടാണ് രൂപപ്പെട്ടത്. പക്ഷെ അത് പെട്ടെന്ന് 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 വലുതായി പെരുകി ലോകം മുഴുവനും ഗ്രസിക്കുന്ന തരത്തിലുള്ള ഒരു തത്വമായി, ഇതാ ലോകത്തെ മുഴുവനും നിലനിർത്തുന്ന തത്വമായി മത്സ്യം പരിണമിച്ചിരിക്കുന്നു. രാജാവിനോട് പറഞ്ഞു, ഇനി ഇന്നത്തേക്ക് 7-ാം ദിവസം ഇവിടെ ഒരു പ്രളയം, മഹാപ്രളയം ഉണ്ടാകും. ആ പ്രളയത്തിൽ ഈ ഭൂമി മുഴുവനും ഇല്ലാതായി പോവും. അതുകൊണ്ട് അങ്ങ് ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഓരോ സാമ്പിളുകളും ശേഖരിച്ചുകൊണ്ട് അങ്ങൊരു ഒരു നൗകയിൽ അങ്ങ് കയറിപ്പറ്റൂ. സപ്തർഷികൾ ഒരു നൗകയുമായി വരും. ആ നൗകയിൽ അങ്ങ് കയറിപ്പറ്റൂ. ലോകത്തിലെ എല്ലാ ഔഷധികളുടെയും ഓരോ ഇനം വീതം അങ്ങ് ശേഖരിക്കൂ. എന്നിട്ട് ഞാനുണ്ടാകും അവിടെ. എന്നെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നയിക്കുന്ന മാർഗത്തിലൂടെ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിന് അങ്ങ് മുന്നോട്ട് വരൂ എന്ന് മത്സ്യാവതാര രൂപിയായ ഭഗവാൻ പറഞ്ഞ കഥ. ഇവിടെ മത്സ്യാവതാരം തുടങ്ങുന്നതിനു മുൻപ് ഭഗവാനോട് എന്തിനാണ് അങ്ങ് മത്സ്യാവതാരം സ്വീകരിച്ചത്? ദേശകാല വസ്തുക്കൾക്ക് അപരിമിതനാണ് ഭഗവാൻ എന്ന് നമുക്കറിയാം. കിമർത്ഥം ലോകജുഗുപ്സിതം മത്സ്യം രൂപം മദധാത്. ഭഗവാനെ, ഈ ലോകജുഗുപ്സിതമായ മത്സ്യരൂപത്തെ അങ്ങ് സ്വീകരിച്ചത് എന്തുകൊണ്ട്? വളരെ യുക്തിയുക്തമായ ഒരു പ്രശ്നമാണ്. കിമർത്ഥം ലോകജുഗുപ്സിതം മത്സ്യം രൂപം മദധാത്. ഭഗവാനെ, ഈ ലോകജുഗുപ്സിതമായ മത്സ്യരൂപത്തെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് അപരിമിതനായ അങ്ങയെ, ദേശകാല വസ്തുക്കളുടെ പരിമിതികൾക്ക് അപ്പുറത്തുള്ള അങ്ങയെ എന്തിന് ഈ മത്സ്യരൂപത്തിലേക്ക് ഭഗവാൻ ചുരുക്കി? നോക്കൂ, കാലദേശാവധിഭ്യാം നിർമുക്തമായ, നിത്യമുക്തമായ, നിഗമശതസഹസ്രേണ നിർഭാസ്യമാനമായ അദ്വൈത പരതത്വത്തെ, പരബ്രഹ്മതത്വത്തെ എന്തിന് ഭഗവാനെ ഈ പരിമിതമായ ഒരു ചെറിയ രൂപത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് എന്തിനങ്ങനെ ഒരു ലീല കാണിക്കുന്നു, അങ്ങിങ്ങനെ ഒരു വികൃതി കാണിക്കുന്നു എന്ന് ഭക്തന്റെ സ്വാതന്ത്ര്യത്തോട് ആദ്യം തന്നെ ഋഷി ചോദിച്ചു. അതിന് മറുപടി, ഗോ വിപ്ര സുര സാധൂനാം ഛന്ദസാമപി ചേശ്വര രക്ഷാം ഇച്ഛൻ തനൂം ധർത്തേ ധർമാർത്ഥകാമങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോവിപ്ര സുരസാധൂനാം ഛന്ദസാം, ഗോക്കളെ, വിപ്രന്മാരെ, സുരന്മാരെ, സാധുക്കളെ, ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗോക്കളെ, എല്ലാ ജീവാത്മാക്കളെയും, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ, സുരന്മാരെ, സത്തുക്കളെ, ഇവയൊക്കെ സംരക്ഷിക്കുന്നതിനും സനാതനമായ വേദസംസ്കൃതിയെ നിലനിർത്തുന്നതിനും ധർമാർത്ഥ കാമങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ഞാൻ അവതരിച്ചിരിക്കുന്നു. നോക്കൂ, ഇത് ഭഗവാന്റെ പ്രഖ്യാപനമാണ്. എന്തിന് അവതാരങ്ങൾ ഉണ്ടാകുന്നു, എന്തിന് ദേശകാല അപരിമിതനാണ് എന്ന് സൂചിപ്പിച്ച ശാസ്ത്രതത്വം എന്തിനിങ്ങനെ മത്സ്യമായിട്ട്, എന്തിങ്ങനെ കൂർമ്മമായിട്ട്, യുക്തിപൂർവം ചോദിക്കുന്ന ഏതൊരാളും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. എന്തിനിങ്ങനെ കൂർമ്മമായിട്ട്, എന്തിനിങ്ങനെ വരാഹമായിട്ട്, എന്തിനിങ്ങനെ നരസിംഹമായിട്ട് ഒക്കെ അവതരിക്കുന്നു?
ഭഗവാൻ പറയുന്നു, അവതാരത്തിന്റെ ലക്ഷ്യം പലപ്പോഴായി ഇത് പറഞ്ഞിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളിലായി ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവതാരത്തിനു മുൻപ് കൃത്യമായി താൻ വരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ലോക സംരക്ഷണമാണ്, വേദ സംരക്ഷണമാണ്, ശാസ്ത്ര സംരക്ഷണമാണ് തന്റെ ലക്ഷ്യം. വേദസംരക്ഷണം എന്നാൽ സനാതനമായ ശാസ്ത്രം പ്രവർത്തിക്കുന്ന വേദവഴിയുണ്ട്, ധർമ്മത്തിന്റെ വഴിയുണ്ട്. ഈ ധർമ്മ വഴിയെ ലോകം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇതുപോലെ നിലനിന്നു പോകുന്നത്. അഗ്നി അഗ്നിയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ജലം ജലത്തിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, വിപ്രൻ വിപ്രന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഋഷി ഋഷിയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഗൃഹസ്ഥൻ ഗൃഹസ്ഥന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ബ്രഹ്മചാരി അവന്റെ ധർമാചരണം നടത്തുന്നത് കൊണ്ടാണ് ഈ ലോകമെന്ന ഏവം പ്രവർത്തിതം ചക്രം, ഈ ലോകമെന്ന വലിയ സംവിധാനം ഇങ്ങനെ നിലനിന്നു പോകുന്നത്. ഇവിടുത്തെ ഒരു കുഞ്ഞുറുമ്പ് പോലും അതിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. നോക്കൂ, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ. ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മാറിയാൽ, ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പിന്മാറിയാൽ, ആരെങ്കിലും ഒരാൾ തന്റെ ധർമ്മം അനുഷ്ഠിക്കാതിരുന്നാൽ, വിവേകാനന്ദ സ്വാമികൾ പറയാറുള്ളൊരു കഥയുണ്ട്, ഒരു കുംഭാഭിഷേകത്തിന്റെ കഥ. കുംഭാഭിഷേകത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ പ്രസിദ്ധമായ വിഗ്രഹത്തിന്റെ മുകളിൽ കൊണ്ടുപോയി പാലഭിഷേകം നടത്തും. അപ്പൊ രാജാവ് പ്രജകൾക്ക് മുഴുവൻ പാലഭിഷേകം നടത്താനായി ഒരു സമയം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾക്ക് ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു വികടനായ ഒരാൾ വിചാരിച്ചത്രേ, ഇപ്പൊ ഞാൻ മാത്രം പാലഭിഷേകം ചെയ്യാതിരുന്നാൽ ആരും അറിയില്ല, എന്റെ കുംഭത്തിനുള്ളിൽ കുറച്ച് പച്ചവെള്ളം ആയാലും ആരും തിരിച്ചറിയാൻ പോണില്ല. പാലിനൊക്കെ ഭയങ്കര വിലയാണ്, പാല് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല, അതുകൊണ്ട് പാലിനൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കുംഭത്തിൽ പച്ചവെള്ളമേ എടുക്കുന്നുള്ളൂ, അതേ ഞാൻ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇവൻ കൊണ്ടുപോയി പച്ചവെള്ളം അഭിഷേകം ചെയ്തു അത്രേ. പിറ്റേ ദിവസം രാജാവ് അഭിഷേകം തൊഴാൻ വന്നപ്പോൾ താഴെ തളം കെട്ടി നിൽക്കുന്നത് പച്ചവെള്ളമാണ്. എല്ലാവരും വിചാരിച്ചു, ഞാൻ പച്ചവെള്ളം കൊണ്ടുപോയി അഭിഷേകം ചെയ്ത ആരും അറിയാൻ പോകുന്നില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ തന്നെ വിചാരിച്ചു. ആരും പാലഭിഷേകം ചെയ്തില്ല, അവിടെ ഒഴുകിയത് മുഴുവൻ പച്ചവെള്ളമായിരുന്നു അത്രേ. ലോകം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ മാത്രം എന്തിന് കഷ്ടപ്പെടണം, ഞാൻ മാത്രം എന്തിന് സത്യമനുസരിച്ച് ജീവിക്കണം, ഞാൻ മാത്രം എന്തിന് ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെയൊന്നും ജീവിക്കാത്തവർക്ക് എത്രയോ സുഖ സൗഭാഗ്യങ്ങൾ കിട്ടുന്നു, അവരെത്രയൊക്കെ സമ്പന്നരായി ജീവിക്കുന്നു. ഞാൻ എന്നും സത്യം സത്യം എന്ന് മാത്രം പറഞ്ഞ് ജീവിച്ചിട്ട് എനിക്ക് ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതങ്ങളും മാത്രം ലഭിക്കുന്നു. ഇതിനുള്ള മറുപടിയാണ് ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ. എന്റെ ഒരു ചെറിയ കാൽവയ്പ് പോലും ഈ പ്രപഞ്ചഗതിയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വിശ്വചലനമായി മാറാൻ സാധ്യതയുള്ളതാണ്. അമേരിക്കയിലെ ഒരു ചെറു ചലനം, അത് പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു പൂമ്പാറ്റയുടെ ചിറകടിയൊച്ച പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ അനുരണനങ്ങൾ ഏൽപ്പിക്കുവാൻ പോന്നതാണ് എന്ന ശാസ്ത്രലോകത്തിന്റെ പറച്ചിലുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രപഞ്ചമെന്ന മഹാസംവിധാനം മുന്നോട്ടു പോകുന്നത് ഞാനും ചെയ്യുന്ന നിസ്സാരമായ കർമ്മത്തിലൂടെയാണ്. ഇത് നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ, ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. വേദം സംരക്ഷിക്കുക എന്നാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം 4 പുസ്തകങ്ങളും കൃത്യമായി സംരക്ഷിക്കുകയും അതൊക്കെ പഠിക്കുകയും പാരായണം ചെയ്യുകയും മനഃപാഠമാക്കുകയും ചെയ്യുക എന്ന വാക്യാർത്ഥത്തിൽ നാം എടുക്കരുത്. മറിച്ച് വേദം സംരക്ഷിക്കാൻ, നോക്കൂ, വേദങ്ങളെ ഉദ്ധരിക്കാനാണ് മത്സ്യാവതാരം ഉണ്ടായത്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് മത്സ്യാവതാരം ഉണ്ടായത്. വേദത്തെ സംരക്ഷിക്കുക എന്നാൽ സനാതനമായ ജീവിത പദ്ധതിയെ സംരക്ഷിക്കുക എന്നതാണ്. സനാതനമായ ജീവിത വീക്ഷണത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഋഷിപ്രോക്തമായ ജീവിത ദർശനത്തെ സംരക്ഷിക്കുക എന്നതാണ്. അത് സംരക്ഷിക്കപ്പെടുന്നത് നാം ഓരോരുത്തരും ചെയ്യുന്ന, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ഈ
കർമ്മങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രപഞ്ച സംരക്ഷണ ധർമ്മം, മഹാഭാരതത്തിലെ ജരിതയുടെ കഥ അതാണ് സൂചിപ്പിക്കുന്നത്. പ്രസിദ്ധമായ ജരിത പക്ഷിയായിരുന്നു. മന്ദപാലൻ എന്ന ഋഷിയുടെ പത്നിയായിരുന്നു ജരിത എന്ന പക്ഷി. ഖാണ്ഡവവനം ദഹിക്കുമ്പോൾ അവൾ അജാതപക്ഷരായ തൻ്റെ കുഞ്ഞുങ്ങളെ കാട്ടിനുള്ളിലാക്കിയിട്ട് പുറത്ത് ഭക്ഷണം ശേഖരിക്കാൻ പോയിരിക്കുകയായിരുന്നു. 3-4 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് കാടിനുള്ളിൽ. കൂടിന്റെ സുരക്ഷിതത്വത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തന്റെ മക്കൾ. അമ്മ പക്ഷി തന്റെ കൊച്ചു ചുണ്ടിൽ പലയിടത്ത് പോയി ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. ഇതാണ് രീതി, പതിവ് രീതി. അവൾ എന്ത് ചെയ്തു? ഒരു ദിവസം രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ സുഖമായി ഉറക്കിക്കിടത്തിയിട്ട്, കാട്ടിലെ കൂട്ടിൽ ഉറക്കിക്കിടത്തിയിട്ട് ഇവൾ ഭക്ഷണം ശേഖരിക്കാൻ പോയി. തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ച, തന്റെ കൊച്ചു ചുണ്ടിൽ തന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള കുഞ്ഞു പുഴുക്കളുമൊക്കെയായി ഇവൾ വരുമ്പോൾ കാണുന്ന കാഴ്ച, ആ കാട് മുഴുവൻ നിന്ന് കത്തുകയാണ്. ആ കാട് മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അയ്യോ, തന്റെ കുഞ്ഞുങ്ങൾ അതിനുള്ളിലാണ്. അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, പറന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അവർക്ക് ചിറകു പോലും മുളച്ചിട്ടില്ല. ഈശ്വര, എന്റെ കുഞ്ഞുങ്ങൾ ആ കൂട്ടിനുള്ളിലാണല്ലോ, അവർ മുഴുവനും ചത്തുപോകുമല്ലോ, കരിഞ്ഞു പോകുമല്ലോ. ജരിത ആകെ ഭയപ്പെട്ടു. പെട്ടെന്ന് ഒരു നിമിഷം ഭയത്തിന്റെ പിടിയിലായെങ്കിലും അടുത്ത നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. ജരിത എന്താ ചെയ്തതെന്നറിയോ? ജരിത വേഗം തിരിച്ചു പറന്നു. തൊട്ടടുത്തൊരു ചെറിയ ജലാശയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു കൊച്ചു കൊക്കിൽ വെള്ളം കൊത്തിയെടുത്തു കൊണ്ടുവന്ന് ഈ കാടിന്റെ മുകളിൽ തളിച്ചു. വീണ്ടും തിരിച്ചു പറന്നു, വെള്ളം കൊത്തിയെടുത്തു, കാടിന്റെ മുകളിൽ കൊണ്ടുപോയി തളിച്ചു. വീണ്ടും പറന്നു. ഇത് നിരന്തരമായി ഇവൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇത് കണ്ട കൃഷ്ണനും അർജുനനും ഉണ്ടായിരുന്നു അവിടെ. അർജുനൻ ചോദിച്ചു, നീ ചെയ്യുന്നത് ഒരു വൃഥാവ്യായാമമാണ്. നീ ആലോചിച്ചു നോക്കൂ, ഈ കാട് മുഴുവൻ കത്തുമ്പോ നീ എന്ന കൊച്ചു പക്ഷിയുടെ അതിലും ചെറിയ കൊക്കിനുള്ളിൽ ഒതുങ്ങുന്ന അല്പം ജലം കൊണ്ട് നിനക്ക് എങ്ങനെ ഈ കാട്ടുതീ ശമിപ്പിക്കാൻ സാധിക്കും? നീ ചെയ്യുന്നത് മണ്ടത്തരമാണ്. നീ രക്ഷപ്പെടാൻ നോക്കൂ. കുട്ടികളെ ഇനി നിനക്ക് രക്ഷപ്പെടുത്താനാവില്ല. അപ്പൊ ജരിത മറുപടി പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ തലതല്ലി കരയാമായിരുന്നു. എൻ്റെ മക്കൾ പോയ ദുഃഖത്തിൽ ഈ കാട്ടുതീയിലേക്ക് ചാടി ആത്മാഹുതി ചെയ്യാമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഉറക്ക നിലവിളിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ധരിച്ചു, എൻ്റെ ഈ കൊക്കിലെ ഒരൽപ്പം, ഒരു തുള്ളി വെള്ളം കൊണ്ട് ഈ കാട്ടുതീക്ക് അല്പമെങ്കിലും ശമനമുണ്ടായാൽ അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ധന്യതയായിരിക്കും. സമൂഹം, ധർമ്മം നശിക്കുന്നു, ശാസ്ത്രം നശിക്കുന്നു, സമൂഹത്തിൽ പലതരത്തിലുള്ള ആകുലതകൾ പടരുന്നു, പലതരത്തിലുള്ള ദുഃഖങ്ങൾ സമൂഹത്തിൽ നിരന്തരം ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു. കെട്ടകാലമാണിത്. ഈ കാലത്ത് ജീവിക്കാൻ കൊള്ളില്ല, ഈ കാലത്ത് സംസ്കാരമുള്ളവരില്ല, ഈ കാലം നശിച്ചുകൊണ്ടിരിക്കുന്നു. കൊടിയ കെടുതികളാണ്, അനീതികളാണ്, പ്രകൃതി ദുരന്തങ്ങളാണ് ഈ കാലത്ത് അരങ്ങേറുന്നത്. ഈ കാലം നാശത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ജരിത എന്ന പക്ഷി എക്കാലത്തും ആർദ്രതയുടെയും ധീരതയുടെയും പ്രതീകമാകുന്നത് അവൾ ഈ കാട്ടുതീയിൽ ഒഴിച്ച ഒരു തുള്ളി വെള്ളത്തിന്റെ സർവകാല പ്രസക്തമായ ആശയത്തിലൂടെയാണ്. ജരിത ഒരിക്കലും ധരിച്ചില്ല തൻ്റെ ഒരു തുള്ളി വെള്ളം ഇവിടുത്തെ ആകുലതകൾ അകറ്റാൻ പോന്നതല്ല എന്നവൾ ധരിച്ചില്ല. തൻ്റെ ഒരു തുള്ളി വെള്ളം, താൻ ചെയ്യുന്ന ധർമാനുഷ്ഠാനം, താൻ ചെയ്യുന്ന കർമാനുഷ്ഠാനം ഈ പ്രപഞ്ചത്തെ കെട്ടകാലത്തിൽ നിന്നും ഒരല്പമെങ്കിലും മോചിപ്പിക്കുവാൻ സഫലമായെങ്കിൽ അത് സംഭവിക്കട്ടെ. ഈ ജരിതയുടെ ബുദ്ധിയാണ് വാസ്തവത്തിൽ തൻ്റെ മത്സ്യാവതാരത്തിന്റെ ലക്ഷ്യം. ധർമ്മസംരക്ഷണമാണ്, വിപ്രസംരക്ഷണമാണ്, സാധു സംരക്ഷണമാണ്, ഗോ സംരക്ഷണമാണ്, സനാതനമായ വേദ സംസ്കൃതിയുടെ സംരക്ഷണമാണ് എന്ന് അവതാരത്തിനു മുന്നേ ഭഗവാൻ കൃത്യമായി നീതീകരിച്ചുകൊണ്ട്
ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഭഗവാന്റെ വേദസംരക്ഷണം വേദകൃതികളുടെ പാരായണത്തിലൂടെ മാത്രമല്ല, യാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല, യജ്ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല, വേദപ്രോക്തമായ ധർമ്മം ഓരോ വ്യക്തിയും സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഈ ലോകത്തെ ഗ്രസിച്ച വലിയ കാട്ടുതീ, അധർമ്മത്തിന്റെ കാട്ടുതീ, നന്ദിയില്ലായ്മയുടെ കാട്ടുതീ, സത്യസന്ധതയില്ലായ്മയുടെ കാട്ടുതീ, അതില്ലാതാവുന്നതിന് ഞാനെന്ന വ്യക്തി ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയഃ അഖായു ഇന്ദ്രിയാരാമോ. അഖായുവും ഇന്ദ്രിയാരാമനുമായി ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി സുഖമായി ജീവിക്കുമ്പോൾ ഞാൻ ഈ സംസ്കാരത്തിൽ നിന്ന് അകലുകയാണ്. ഇതിവിടെ സൂചിപ്പിച്ചത് കൃത്യമായി അവതാരത്തിനു മുൻപ് തന്റെ ലക്ഷ്യമെന്താണ്, താൻ എന്തിനവതരിക്കുന്നു, അതും ഈ ജുഗുപ്സിതമായ രൂപത്തെ, മത്സ്യമെന്ന രൂപത്തെ എടുത്തുകൊണ്ട് വേദസംരക്ഷണത്തിനായി ഞാൻ എന്തിനവതരിക്കുന്നു എന്ന് കാലത്തിനിപ്പുറത്തും ഇന്നും തന്നോട് ഒരു ഭക്തൻ ചോദിച്ചേക്കാവുന്ന ചോദ്യത്തിന് ഭക്തന്റെ സംശയത്തിന്റെ എല്ലാ പഴുതുകളെയും അടച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറഞ്ഞു, ഞാൻ ഓരോ കാലഘട്ടങ്ങളിലും അവതരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംസ്കാരത്തിന് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എപ്പോഴൊക്കെയാണോ ഈ സംസ്കാരത്തിന് ധാർമ്മികമായി ഗ്ലാനി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, തദാത്മാനം സൃജാമ്യഹം. അതേ വാക്കുകളെ ഭാഗവതകാരൻ അനുവർത്തിച്ചിരിക്കുന്നു. മത്സ്യാവതാര രൂപത്തിലുള്ള, മത്സ്യാവതാരത്തിനൊരുങ്ങുന്ന സാക്ഷാൽ ശ്രീഹരിയിൽ നിന്നും അതേ വാക്കുകളെ അനുവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭക്തന് സുഖായി എന്ന് വിചാരിക്കേണ്ട, ഭഗവാൻ അവതരിക്കൂല്ലോ ധർമ്മത്തെ സംരക്ഷിക്കാൻ, അപ്പൊ നമുക്ക് സുഖായില്ലോ, ഭഗവാൻ ഒക്കെ ഏറ്റെടുത്തോളൂല്ലോ. അവിടെയും നമുക്ക് കൃത്യമായ റോള് തന്നിരിക്കുന്നു. എന്റെ ധർമ്മ സംരക്ഷണം ഞാൻ നടപ്പാക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലും കൂടിയാണ്. ഞാൻ അങ്ങ് വന്ന് ചാട്ടവാറെടുത്ത് അടിച്ച് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് ഇല്ലാതാക്കി നിങ്ങൾക്ക് ഈ ലോകം സുഖമായി ജീവിക്കാൻ തന്നേക്കാം. നിങ്ങളിങ്ങനെ സുഖമായി ഇവിടെ കഴിഞ്ഞോളൂ, നിങ്ങൾ ഒരു ആകുലതയും പെടാതെ ജീവിച്ചോളൂ, ഈ ലോകമൊക്കെ ഞാൻ ശരിയാക്കി നിങ്ങൾക്ക് തന്നോളാം, ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ധർമ്മം ഇല്ലാതാവുമ്പോ ഞാൻ അവതരിക്കും. ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ ഇവിടുത്തെ അധർമ്മത്തെ ഇല്ലാതാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ ധർമ്മം സ്ഥാപിച്ചു തന്നോളാം. അതുകൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കൂ എന്ന അലസതയിലേക്കും അകർമ്മണ്യത്തിലേക്കും കർമ്മരാഹിത്യത്തിലേക്കും തള്ളിവിടലല്ല ഭാഗവതത്തിന്റെ ഉദ്ദേശം. മറിച്ച് എന്റെ ധർമ്മം ഞാൻ നടപ്പാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും സ്വധർമ്മം നിർവഹിക്കുന്നതിലൂടെയാണ്. ഇതൊരു ഒരു സംവിധാനമാണ്. ഭഗവാൻ നേതൃത്വം നൽകുന്ന സനാതന ധർമ്മ സംവിധാനമാണിത്. ഇതിന് ഓരോ വിഭാഗങ്ങളിലായി ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആശ്രമത്തിലേക്ക് വരുമ്പോ ഭക്ഷണത്തിന്റെ ചുമതല ഒരാൾക്കുണ്ട്, റിസപ്ഷന്റെ ചുമതല ഒരാൾക്കുണ്ട്, പ്രവക്താക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ചുമതല ഒരാൾക്കുണ്ട്, വിളമ്പിക്കൊടുക്കുന്ന ചുമതല ഒരാൾക്കുണ്ട്. നോക്കൂ, ഈ വികേന്ദ്രീകരണം, ഈ അധികാരത്തിന്റെ കൃത്യമായ വികേന്ദ്രീകരണം നിർവഹിച്ചിരിക്കുന്നത് ഈ മഹത്തായ സമ്പ്രദായം മുന്നോട്ടു പോകണമെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ ധർമ്മം നിർവഹിക്കുമ്പോ, അഗ്നിക്ക് കൊടുത്തിരിക്കുന്ന ധർമ്മം അയാൾ നിർവഹിക്കുക, വായുവിന് കൊടുത്തിരിക്കുന്ന ധർമ്മം അയാൾ നിർവഹിക്കുക, മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ നിർവഹിക്കുക, സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ നിർവഹിക്കുക, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ കൃത്യമായി പാലിക്കുക. ഇങ്ങനെ ഏവം പ്രവർത്തിതം ചക്രം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ ഈശ്വരാരാധന സ്വകർമ്മണാതമഭ്യർച്ച്യ, കൃത്യമായി ഏറ്റവും വലിയ ഈശ്വരാരാധന അവനവന്റെ സ്വധർമാചരണത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കുവാൻ നമുക്ക് അവകാശമില്ലെന്നും ഭഗവാൻ നടപ്പാക്കി തരും എന്ന് പറയുന്ന ധർമാചരണം നിർവഹിക്കപ്പെടുന്നത് നമ്മളിലൂടെയാണ് എന്ന തിരിച്ചറിവിലുമാണ്.
ഈ ഒരു പശ്ചാത്തലത്തോടെയാണ് തൻ്റെ അവതാര ലക്ഷ്യം എന്താണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഋഷി നമ്മെ ഈ കഥയിലേക്ക്, മത്സ്യാവതാര കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ജുഗുപ്സിതമായ രൂപം താൻ ധരിച്ചുവെങ്കിലും, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഈ ജുഗുപ്സിതമായ രൂപം ഞാൻ ധരിച്ചുവെങ്കിലും എനിക്ക് ഇതിലൊന്നും യാതൊരു മമതയുമില്ല. എങ്ങനെയാണോ പ്രപഞ്ചത്തിലെ എല്ലാ ജലാശയങ്ങളിലും, ചണ്ടാലൻ ആചാര്യസ്വാമികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കിം ഗംഗാംബുനി ബിംബിത്തേ അംബരമണൗ, ചണ്ടാലവീഥിയിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും പരിപാവനമെന്ന് നിങ്ങൾ കരുതുന്ന ഗംഗാജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും ഒന്നു തന്നെയല്ലേ? പിന്നെ ഈ ചണ്ടാല രൂപത്തിലുള്ള എന്നോട് എന്തിനാണ് അങ്ങ് മാറാൻ പറയുന്നത് എന്നൊരു ചോദ്യം ആചാര്യസ്വാമികളിലൂടെ നമ്മളോട് ചോദിപ്പിക്കുന്നുണ്ട്, ഒരു ചണ്ടാലനെ കൊണ്ട്. ഇതുപോലെ ഞാൻ മത്സ്യാവതാരത്തിലോ കൂർമാവതാരത്തിലോ ഏതവതാരത്തിൽ ജീവിച്ചാലും, ഏതൊക്കെ അവതാരങ്ങളിൽ ഏതൊക്കെ രൂപത്തിൽ കൈക്കൊണ്ടാലും ഇതിലൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഞാൻ മമതയില്ലാതെ ഇതിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മത്സ്യാവതാരത്തിന്റെ കഥാംശം ചുരുക്കി പറഞ്ഞിട്ട് രാജാവ് മത്സ്യരൂപിയായ സാക്ഷാൽ ഭഗവാനെ സ്തുതിക്കുന്ന, അതായത് ഏതൊരു കഥയിലും ആ കഥയെ നാം നേരത്തെ സൂചിപ്പിച്ച ഭാഗവത ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നൂലുണ്ടാവും. നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ അന്വയം പഠിപ്പിക്കുമ്പോൾ, സംസ്കൃതം ശ്ലോകമൊക്കെ പഠിപ്പിക്കുമ്പോൾ അന്വയം പഠിപ്പിക്കുമ്പോൾ അതിന്റെ ക്രിയാരൂപം കണ്ടുപിടിച്ചിട്ട് ഈ ക്രിയാരൂപത്തിലൂടെ ആ ആശയത്തിന്റെ കേന്ദ്രബിന്ദുവിലേക്ക് അതിനെ യോജിപ്പിക്കുന്ന ഒരു തന്തു ഉണ്ടാവും. അതിനെ കണ്ടുപിടിച്ച ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ ഇവിടെ ഭാഗവത ഹൃദയത്തിലേക്ക് ഈ മത്സ്യാവതാര കഥയെ കൂട്ടിയോജിപ്പിക്കുന്ന അദ്വൈത തന്തുവാണ് രാജാവ് മത്സ്യരൂപത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുന്ന അദ്വൈത ദർശന സാക്ഷാത്കാരം സിദ്ധമാക്കുന്ന ഈ വരികൾ. ആദ്യത്തെ ആശയം ഇതാണ്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാദ്യ വിദ്യോപഹതാത്മാ സംവിദ, അനാദി അവിദ്യ കൊണ്ട്, അനാദിയാകുന്ന മായ കൊണ്ട് ഉപഹനിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരാണ് ഞങ്ങൾ. നമുക്കൊക്കെ അറിയാം, നമുക്ക് ജ്ഞാനമുണ്ട്, ഉള്ളിൽ ജ്ഞാനമുണ്ട് എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ അവിദ്യയുടെ കെട്ടുകൊണ്ട്, അവിദ്യയുടെ മൂടല് കൊണ്ട്, അവിദ്യ കൊണ്ട് ഭംഗിയാക്കി കെട്ടി മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഈ തുച്ഛമായതിനെയൊക്കെ ആത്മാവാണ് എന്ന് ധരിച്ചിട്ട് ഈ ഓരോ സൗന്ദര്യം നിറഞ്ഞ വസ്തുക്കൾ കാണുമ്പോഴും, ഓരോ ഭംഗിയുള്ള വസ്തുക്കൾ കാണുമ്പോഴും ഇതൊക്കെയാണ് ശരിയായ ആത്മസ്വരൂപം എന്ന് ഭ്രമിച്ചു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ യദൃച്ഛയാ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ടായി. എങ്ങനെയൊക്കെയോ ഈ ഭാഗവത മാർഗത്തിലേക്ക് വന്നു. എങ്ങനെയൊക്കെയോ ശാസ്ത്ര ശ്രവണത്തിനുള്ള പശ്ചാത്തലം ഞങ്ങൾക്കുണ്ടായി. എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് ഈ കാണുന്നതിനപ്പുറത്ത് എന്തോ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംസ്കാരവും ബോധവും ഞങ്ങൾക്കുണ്ടായി. അത് ഞങ്ങൾക്ക് വെളിവാക്കിത്തരണേ. നിജകർമ്മബന്ധന അബുധ അയം ജനഃ. ഈ നിജ കർമ്മബന്ധങ്ങൾ കൊണ്ട്, ഈ ലോകത്തിൽ ബന്ധിക്കുന്ന ഓരോ കർമ്മബന്ധങ്ങളെ കൊണ്ടും ഈ ആത്മബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ ജനങ്ങൾ, ഞങ്ങൾ ഓരോരുത്തരും ഏതൊരു ഭഗവാന്റെ സേവ കൊണ്ടാണോ, വെൽപ്പത്തൂര് പറയുന്നത് പോലെ കോപി ഗോപാലപോതഃ, മാനമേയോദയത്തിന്റെ മംഗളശ്ലോകത്തിൽ ഒരു ഗോപാലപോതനെ, ഒരു കുഞ്ഞിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഗോപാലപോതഃ പോതൈവാസ്തുനഃ. ഞങ്ങൾക്ക് ഈ ഗോപാലപോതൻ ഒരു പൊങ്ങുതടിയായി, കപ്പലായി ഈ സംസാര നൗകയെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ. അപ്പൊ ഇങ്ങനെ കർമ്മം കൊണ്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും എന്തോ അനുഗ്രഹം കൊണ്ട്, അവിടുത്തെ
ഭഗവാന്റെ പാദങ്ങളിൽ ഏതൊക്കെയോ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ഇനി എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് പറ്റി. അപ്പൊ കാലങ്ങളായി ചുമന്നുകൊണ്ടുവന്നിട്ടുള്ള അജ്ഞാനത്തിന്റെ കട്ടിപിടിച്ച ആവരണങ്ങളുണ്ട്, അജ്ഞാനത്തിന്റെ കട്ടിപിടിച്ച ഷെല്ലുകളുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന തേങ്ങയുടെ ഉദാഹരണമുണ്ട്. അഹംബോധത്തിന്റെ കട്ടിപിടിച്ച ആവരണങ്ങൾക്കുള്ളിലിരുന്നു കൊണ്ട് എത്രയൊക്കെ ഞാൻ തേങ്ങയാണ് എന്ന് അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു തേങ്ങ, ആ തേങ്ങയ്ക്ക് അറിയാം താനൊരു തെങ്ങാണ്, താനൊരു തെങ്ങായി മാറേണ്ടതാണ്. പക്ഷെ തേങ്ങയെ തൻ്റെ ആവിഷ്കാരത്തിൽ നിന്നും പിന്മടക്കുന്നത്, താൻ ആനന്ദസ്വരൂപമാണ് എന്നറിയാതെ, താൻ ആനന്ദത്തിന്റെ ഉറവിടമാണ് എന്നറിയാതെ ചുറ്റും ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഹംബോധത്തിന്റെ അജ്ഞതയുടെ ഷെല്ലുകളാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന വളരെ അതിന്റെ ശാസ്ത്രീയമായ സാധ്യതകളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ശാസ്ത്രകാരന്മാർ തന്നെ ആലോചിക്കണം. ഇസ്രായേലി ഗവേഷകരായ ചില ജൈവരസതന്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച, പലരും വായിച്ചിട്ടുണ്ടാവും ഇവിടെ, ജൈവരസതന്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഒരു ആശയത്തെക്കുറിച്ച് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വയം ആനന്ദത്തെ ദ്യോതിപ്പിക്കുന്നതിനുള്ള അനന്തമായ സാധ്യതകളുണ്ടത്രേ. എത്രയൊക്കെ ദുഃഖത്തിലേക്ക് പോയാലും, എത്രയൊക്കെ ആകുലതയിലേക്ക് പോയാലും നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ തിരിച്ചറിയിപ്പിക്കുന്നതിനുള്ള മറ്റൊരു പുറമേ നിന്നുള്ള പ്രേരണയുമില്ലാതെ ആനന്ദത്തെ തിരിച്ചറിയിപ്പിക്കുന്നതിനുള്ള സാധ്യത നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സാധ്യതയെ മറന്നുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിലെ തുച്ഛമായ വസ്തുക്കൾക്ക് പിന്നാലെ പോകുന്നത്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിന്നാലെ പോകുന്നത്, പലതരത്തിലുള്ള എനിക്ക് സന്തോഷമുണ്ടാകും എന്ന് ഞാൻ കരുതുന്ന വസ്തുക്കൾക്കൊക്കെ പിന്നാലെ പോകുന്നത് ഈ ആനന്ദത്തെ ദ്യോതിപ്പിക്കുന്നതിനുള്ള കഴിവ് സ്വയം എന്നിലുണ്ട് എന്ന് തിരിച്ചറിയാതെയാണ്. ഇതൊരുപക്ഷെ നിങ്ങൾക്ക് ശാസ്ത്ര വേദാന്തം പറയുന്ന, ഉപനിഷത്ത് പറയുന്ന, പുരാണം പറയുന്ന മാർഗമായി തോന്നാം. പക്ഷേ ഈ ഇസ്രായേലി ജൈവരസതന്ത്രജ്ഞനായ ഗവേഷകനും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നു, ഇത്തരത്തിലൊരു ജൈവ തന്മാത്ര മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അതിനവർ കൊടുത്ത പേര് പലരും വായിച്ചിട്ടുണ്ടാവും, ആനന്ദമൈഡ് എന്നായിരുന്നു. ഭാരതത്തിന്റെ സനാതനമായ പരമാനന്ദം എന്ന വാക്കിനെ സ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ ആനന്ദ തന്മാത്രയ്ക്ക്, അവന്റെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദ തന്മാത്രയ്ക്ക് ഈ ശാസ്ത്രജ്ഞന്മാർ ആനന്ദമൈഡ് എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ശാസ്ത്രീയമായ ഗവേഷണങ്ങളെ കുറിച്ച് ഒരുപക്ഷെ അന്വേഷിച്ചാൽ ജിജ്ഞാസുക്കൾക്കും പഠിതാക്കൾക്കും സാധ്യതയുണ്ടായിരിക്കും. ഞാനൊരു ആശയം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഈ ആനന്ദമൈഡ് എന്നവർ പേര് കൊടുത്ത ഈ കോശങ്ങൾ ഏറ്റവും കൂടുതൽ അതിന്റെ പ്രവർത്തന സാധ്യത അവരുടെ ദീർഘകാലമായ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. അത് യോഗവും ധ്യാനവും പരിശീലിക്കുന്നവരിൽ ഇതേറ്റവും കൂടുതലായിരിക്കും, ഇതേറ്റവും വലിയ അളവിൽ കാണപ്പെടുന്നു. നോക്കൂ, ആനന്ദമയൻ എന്ന് ഋഷി പറഞ്ഞ മയട്ട് പ്രചുരവചനെ, പ്രാചുര്യാർത്ഥത്തിൽ മയട്ട് പ്രത്യയത്തോടുകൂടി ചേർത്ത് നാം ഋഷി സൂചിപ്പിച്ച ആനന്ദമയം എന്ന ആനന്ദമയ കോശത്തെ അന്നമയനോടും പ്രാണമയനോടും മനോമയനോടും വിജ്ഞാനമയനോടും ചേർന്ന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവനവനിലെ ആനന്ദ സ്വരൂപമായ ആനന്ദമയ കോശത്തെ ഋഷി ദർശിച്ചെങ്കിൽ ശാസ്ത്രം മറ്റൊരു വിധത്തിൽ അന്വേഷിച്ച്, മറ്റൊരു വിധത്തിൽ ഗവേഷണം ചെയ്ത് എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ സഹജമായ ആനന്ദത്തെ ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകളുണ്ട് എന്ന ഒരു ഗവേഷണത്തിലേക്ക്,
ഒരു വ്യത്യസ്തമായ ഗവേഷണ രീതിയിലേക്ക് ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ അതിന് ഈ ആനന്ദത്തെ സൂചിപ്പിക്കുന്ന ആനന്ദമൈഡ് എന്ന ഒരു പേരും കൊടുത്തിരിക്കുന്നു എന്നത് ശാസ്ത്രീയമായ അന്വേഷണങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപേ വളരെ കൗതുകകരമായി തോന്നി ആ ലേഖനം വായിച്ചപ്പോൾ. ഇവിടെ ഭഗവാനോട്, മത്സ്യരൂപിയായ ഭഗവാനോട് രാജാവ് അഭ്യർത്ഥിക്കുകയാണ്, ഇങ്ങനെ കർമ്മബന്ധങ്ങൾക്കുള്ളിൽ ഈ ആനന്ദമയനുള്ളിലിരിക്കുന്നു എന്നറിയാതെ എവിടെന്നോ ഒരു നല്ല ഗന്ധം വരുന്നുണ്ട്, എവിടെന്നാ ഗന്ധം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കസ്തൂരിമാൻ. നല്ല സുഗന്ധം, പക്ഷെ ഇത് എവിടെന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് അന്വേഷിച്ച് നടക്കുന്ന കസ്തൂരിമാൻ അവിടെ മണത്തു നോക്കുന്നു, ഇവിടെ മണത്തു നോക്കുന്നു, അപ്പുറത്തുനിന്നാണോ ഗന്ധം വരുന്നത്? തന്റെ ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെയാണോ ഈ ഗന്ധം വരുന്നത്? ഈ മുറിയാകെ ഒരു നല്ല സുഗന്ധമുണ്ടല്ലോ, അത് തന്റെ തന്നെ ഗന്ധമാണ്. ഇത് തിരിച്ചറിയിപ്പിക്കുന്ന ഒരു ഗുരു സാന്നിധ്യം. മത്സ്യരൂപിയായ ഭഗവാനോട് രാജാവ് പറയുകയാണ്, എന്റെ ഉള്ളിലാണ് ഈ ആനന്ദമെന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ഒരു ഗുരു സാന്നിധ്യം. എപ്രകാരമാണോ സ്വർണത്തെയും വെള്ളിയെയും മൂടിയിരിക്കുന്ന മലത്തെ അകറ്റുന്നതിന്, മാലിന്യത്തെ അകറ്റുന്നതിന് അത് ചൂടാക്കി അതിനെ പരിശുദ്ധീകരിക്കുന്നത്, അതുപോലെ ശാസ്ത്രബുദ്ധി കൊണ്ട് തപിപ്പിച്ച്, തപസ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്, ശാസ്ത്രബുദ്ധി കൊണ്ട് തപിപ്പിച്ച് എന്നിലെ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്താൽ ഈ സ്വപ്രകാശ സ്വരൂപമായ ത്വമർക്ക സർവദിശാം സമീക്ഷതോ, ലോകത്തെ മുഴുവൻ കാട്ടിത്തരുന്ന അർക്കനായ അങ്ങ്, എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്റെ ആത്മസ്വരൂപത്തെ ജ്വലിപ്പിക്കുന്ന അർക്കനായ അങ്ങ്. ലോകത്തെ മുഴുവൻ കാട്ടിത്തരുന്നത് സൂര്യനാണ്. സൂര്യന്റെ പ്രകാശമാണ് ലോകം മുഴുവനും അനുഭാതി. അതുകൊണ്ട് അവിടുന്ന് എൻ്റെ ഈ രൂപത്തെ എനിക്ക് കാട്ടിത്തരണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ആത്മജ്ഞാനമില്ലാത്ത ഗുരുക്കന്മാർ, ജ്ഞാനമില്ലാത്ത ഗുരുക്കന്മാർ അന്ധേനേവ നീയമാനായ യഥാന്ധ എന്ന ഗീതാ ഉപനിഷത്ത് ദൃഷ്ടാന്തത്തെ സൂചിപ്പിക്കുന്നത് പോലെ അന്ധസ്യ അഗ്രണീയത അചക്ഷുഹു, കണ്ണു കാണാത്തവന് മുന്നിൽ പോകുന്നത് അചക്ഷുവാണെങ്കിൽ, അന്ധന് മുന്നിൽ കൊണ്ടുപോയി വഴി നടത്തുന്നത് അചക്ഷുവാണെങ്കിൽ, അവിദുഷഃ ജനസ്യ അബുധ ഗുരു, വിദ്വാനല്ലാത്ത ഒരു ഗുരു, വിദ്വാനല്ലാത്ത കുറെ പേരെ നയിച്ചാൽ അതെത്രമാത്രം ശാസ്ത്രമാർഗത്തിന് വിഘാതമാകുന്നുവോ, അതുപോലെ ആത്മജ്ഞാനം ലഭിക്കുവാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ, അത് ഗുരു ഉപദേശിക്കുന്ന പരമമായ ഭഗവാനിലുള്ള ഭക്തിയാണ്. നോക്കൂ, എത്ര മനോഹരമായാണ് അദ്വൈത ഭക്തിയിലേക്ക് ശ്രീമദ് ഭാഗവതം നമ്മളെ കൊണ്ടുവന്നത്. ഈ അദ്വൈത പുരുഷനെ അറിയുവാൻ ഏറ്റവും എളുപ്പം ബോധോന്യ സാധനേഭ്യോ ഹി സാക്ഷാത് മോക്ഷൈക സാധനം പാകസ്യ വന്യവജ്ഞാനം വിനാ മോക്ഷോ ന സിദ്ധ്യത്തെ എന്ന് ആചാര്യസ്വാമികൾ ആത്മബോധത്തിൽ പറഞ്ഞു. അമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ എടുത്തു വെച്ചു, അരി കഴുകി വെച്ചു, ഉപ്പും മുളകും മറ്റ് പഞ്ചസാര സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ട എല്ലാ വസ്തുക്കളും എടുത്തു വെച്ചു. പക്ഷേ പാകസ്യ വന്യവജ്ഞാനം, പാകം ചെയ്യുന്നതിന് സാക്ഷാത് കാരണം എന്ന് പറയുന്നത് അയ്യോ ഗ്യാസ് തീർന്നുപോയി, ഒക്കെ സാധനങ്ങളുണ്ട്, അരിയുണ്ട്, എല്ലാ വസ്തുക്കളും ഉണ്ട്, പക്ഷെ ഗ്യാസ് തീർന്നുപോയി. പാകസ്യ വന്യവജ്ഞാനം, പാകത്തിന് വന്യാണ് സാക്ഷാൽ കാരണമെന്നിരിക്കെ മറ്റെല്ലാം ഉണ്ടെങ്കിലും വന്യാണ് സാക്ഷാത് കാരണം എന്നതുപോലെ ബോധമാണ് മറ്റെല്ലാ മാർഗങ്ങളും ഉണ്ടെങ്കിലും സാക്ഷാത് മോക്ഷഹേതു. ഈ ബോധം എന്നിൽ ഉളവാക്കി തരുന്ന അവിടുന്ന് തന്നെയാണ് എനിക്ക് ഗുരു, അവിടുന്ന് തന്നെയാണ് എനിക്ക് ഗുരു, അങ്ങു തന്നെയാണ് എനിക്ക് ഗുരു എന്ന ശരണാഗതിയോടുകൂടിയുള്ള മത്സ്യരൂപിയായ ഭഗവാനെ ഗുരുതത്വം അറിഞ്ഞുകൊണ്ട് പ്രണമിക്കുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തെ ഗുരുവായി ശരണം പ്രാപിച്ചുകൊണ്ട്, ശ്രീമദ് ഭാഗവതത്തെ ഒ വി വിജയന്റെ കഥാപാത്രം
വിജയന്റെ പ്രസിദ്ധമായ ഒരു കഥാപാത്രം തന്റെ ജീവിത സായാഹ്നത്തിൽ പറയുന്നത് പോലെ, എല്ലാ പുസ്തകങ്ങളും കൊടുത്തു തീർത്തു ബാല, അറിവിന്റെ ഭാരങ്ങൾ. എൻ്റെ ഗ്രന്ഥശേഖരത്തിലുണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും ആവശ്യക്കാർക്കൊക്കെ കൊടുത്തു തീർത്തു. ഇനി ഒരു പുസ്തകവും കയ്യിൽ കരുതണ്ട എന്ന് കരുതി. പക്ഷേ ഒന്നു മാത്രം ഞാൻ കൂടെ കൊണ്ടുപോകുന്നു. അപ്പൊ മറ്റേ കഥാപാത്രം ചോദിച്ചു, എന്താണത്? മറുപടി ഇങ്ങനെയായിരുന്നു, എല്ലാ പുസ്തകങ്ങളും ഞാൻ കൊടുത്തു തീർത്തു. അറിവിനെ ഭാരപ്പെടുത്തുന്ന, ബുദ്ധിക്ക് ഖനം തരുന്ന, അറിവിന് ഭാരം തരുന്ന എല്ലാ പുസ്തകങ്ങളും, ഇത്രകാലം എൻ്റെ വായനാ ജീവിതത്തെ സമ്പന്നമാക്കിയ എല്ലാ പുസ്തകങ്ങളും കൊടുത്തു തീർത്തു. ഒന്നു മാത്രം കൂടെ കരുതി. അതെന്താ? ഭാഗവതം എന്ന് മലയാളം കണ്ട ഋഷിതുല്യനായ ഒരു എഴുത്തുകാരന്റെ ഒരു കഥാപാത്രം സംസാരിച്ചതുപോലെ, ലോകത്തിലുള്ള എല്ലാ അറിവുകളും ബുദ്ധിയെ ഭാരപ്പെടുത്തുന്ന അറിവുകളാകുമെങ്കിൽ ആ അറിവ് നമ്മെ ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല. ആ അറിവ് നമുക്കൊരിക്കലും കണ്ടന്റ്മെന്റ് എന്ന ഭാവം തരില്ല. ആ അറിവ് നമ്മെ ഒരിക്കലും വിനയാന്വിതരാക്കില്ല. ബുദ്ധിയെ ഭാരപ്പെടുത്തുന്ന അറിവുകൾക്കപ്പുറത്ത് ഹൃദയത്തെ ആർദ്രീഭവിപ്പിക്കുന്ന, ഹൃദയത്തെ നിർമ്മലീകരിക്കുന്ന, ഹൃദയത്തെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരൊറ്റ അറിവുണ്ടെങ്കിൽ ആ അറിവ് നമുക്കെന്നും ശക്തിയാവട്ടെ, നമുക്കെന്നും ധീരത തരട്ടെ, നമുക്കെന്നും ഊർജ്ജസ്വലമായ കർമ്മജീവിതത്തിന്, സാധനാ ജീവിതത്തിന് പ്രേരണയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 2 ആശയസംഹിതകളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഒന്ന്, ഭഗവാന്റെ മോഹിപ്പിക്കുന്ന മോഹിനി രൂപം, അതിനെ എങ്ങനെ ശാസ്ത്രബുദ്ധിയോടുകൂടി ഒരു സാധകൻ സമീപിക്കണം. വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ ഓരോ ദിവസവും വീടിനുള്ളിലേക്ക് വരുന്ന, വീടിൽ നിന്നുകൊണ്ട് ദാ ഈ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ച് നിരത്തി വെച്ചിരിക്കുന്നു, ഇത് സ്വീകരിക്കൂ, ഇത് സ്വീകരിക്കൂ എന്ന് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന തരത്തിലുള്ള മോഹിനി രൂപങ്ങൾക്ക് മുന്നിൽ ത്യാജ്യഗ്രാഹ്യ വിവേകബുദ്ധിയോടുകൂടിയിട്ട് ഒരു വ്യക്തി എങ്ങനെ സമീപിക്കണമെന്നും, എങ്ങനെ മത്സ്യാവതാര കഥയിലൂടെ അവതാര ദൗത്യം എന്താണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും, ചെറുതിൽ നിന്നും വലുതായി രൂപപ്പെട്ട ആശയസംഹിതകളാണ് ലോകചരിത്രത്തെ എപ്പോഴും പുരോഗതിയിലേക്കും അധോഗതിയിലേക്കും നയിച്ചിട്ടുള്ളതെന്നും, ഈ ആശയസംഹിതകളുടെ സർവകാല പ്രസക്തമായ ഒരു ബീജമാണ്, ഒരു ബിംബമാണ്, ഒരു സങ്കല്പമാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഈ വാമന മത്സ്യാവതാര 2 ബിംബങ്ങളിലൂടെ ഋഷി സൂചിപ്പിച്ചതെന്നും, ഋഷിയുടെ ഇത്തരത്തിൽ ഒളിപ്പിച്ചു വെച്ച ആശയങ്ങളെ കണ്ടുപിടിക്കുന്നതിനുള്ള ദിവ്യചക്ഷുസ് നൽകാൻ അദ്ദേഹത്തോട് തന്നെ അഭ്യർത്ഥിക്കണമെന്നും, അതിന് ഗുരുവായ മത്സ്യാവതാര രൂപിയായ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ മഹാരാജാവ് നടത്തിയതെന്നുമുള്ള ആശയസംഹിതകളിലൂടെയാണ് നാം ഈ 2 വിഷയങ്ങളെ സമീപിച്ചത്. അത്തരത്തിലുള്ള ഒരു പഠന സാധ്യത എനിക്ക് മുന്നിൽ തുറന്നു തന്ന സമാദരണീയനായ ഗുരുക്കന്മാർക്ക് എൻ്റെ ചിന്തയെയും വാക്കിനെയും പ്രജ്ഞയെയും ചിന്തയുടെ പുതിയ അടരുകളെയും ഒക്കെ എന്നും എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്, സമാരാധ്യനായ പ്രൊഫസർ വിശ്വംഭരൻ മാഷ്ക്ക് ഒക്കെ ആദരവോടെ ഹൃദയത്തിന്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വാമിജി നടത്തുന്ന ഈ വലിയ ധർമ്മ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാകുവാൻ, നിങ്ങളെപ്പോലെയൊക്കെ ഇതിന്റെ ഭാഗമാകുവാൻ വീണ്ടും സാധിച്ചതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.